മലയാളികൾക്കിടയിൽ സർവ്വസാധാരണമായ രോഗമാണ് പ്രമേഹം. പ്രത്യേകിച്ചും ടൈപ്പ് 2 പ്രമേഹം. ഒരു കാലത്ത് 50ഓ 60ഓ വയസ്സിന് ശേഷം മാത്രം കണ്ടിരുന്ന ടൈപ്പ് 2 പ്രമേഹം ഇന്ന് യുവാക്കളിലും കുട്ടികളിലും പോലും ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നു. പ്രമേഹ രോഗി ഇല്ലാത്ത കുടുംബങ്ങൾ മലയാളക്കരയിലും വിദേശ മലയാളികൾക്കിടയിലും വിരളമാണ് എന്ന യാഥാർത്ഥ്യം അറിയുമ്പോൾ ഈ രോഗത്തെക്കുറിച്ചും അതിൽ നിന്ന് മോചനം നേടാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചും ഉള്ള അവബോധം എല്ലാവരിലേക്കും എത്തേണ്ടതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഒട്ടുമിക്ക പ്രമേഹ രോഗികളും മരുന്നുകൾക്കൊപ്പം ചോറ് കുറച്ചു, മധുരം പൂർണ്ണമായി ഒഴിവാക്കി, വ്യായാമത്തിനായി നടക്കാൻ പോകുന്നു തുടങ്ങി പലതരം ശ്രമങ്ങൾ നടത്തി. എന്നിട്ടും എന്തുകൊണ്ടാണ് ഷുഗർ ലെവൽ നിയന്ത്രിക്കാനാകാത്തത് എന്നോർത്ത് വിഷമിക്കുന്നവരാണ്. മരുന്നുകൾ കൃത്യതയോടെ കഴിച്ചിട്ടും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ രോഗം മാറാത്തത്? ഓരോ തവണ കാണുമ്പോഴും ഡോക്ടർ ഗുളികകളുടെ എണ്ണം കൂട്ടുന്നു, ഇൻസുലിൻ്റെ ഡോസും കൂട്ടുന്നു, എന്നിട്ടും ഷുഗർ നോർമൽ ആവുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചേ മതിയാവൂ, മരുന്ന് കഴിച്ചിട്ടും ഷുഗർ കൺട്രോളിലാകുന്നില്ല. എൻ്റെ രോഗം മരുന്നുകൊണ്ടോ ജീവിതശൈലി ക്രമീകരണം കൊണ്ടോ മാറ്റാൻ പോയിട്ട് നിയന്ത്രിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് പ്രതീക്ഷ നശിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പ്രതീക്ഷ നശിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിക്കാത്തതിൻ്റെ കാരണം നിങ്ങളുടെ രോഗത്തിൻ്റെ ആഴത്തിനനുസരിച്ചുള്ള സയൻറ്റിഫിക് പ്രിസിഷൻ, ശാസ്ത്രീയമായ കൃത്യത, അറിവ് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പ്രമേഹം 2 തരമാണ്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻക്രിയാസിലെ ഐലറ്റ് കോശങ്ങൾ നശിക്കുന്നതാണ്. ഐലറ്റ് കോശങ്ങൾ പൂർണ്ണമായി നശിച്ചാൽ പിന്നെ ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കുക എന്നതാണ് പ്രതിവിധി. 10% രോഗികളിൽ മാത്രമാണ് ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് മൂലമുള്ള ഈ ടൈപ്പ് 1 പ്രമേഹം കാണുന്നത്. പ്രമേഹം രോഗികളിൽ ബഹുഭൂരിപക്ഷവും 90% ടൈപ്പ് 2 വിഭാഗത്തിലാണ് പെടുന്നത്. ടൈപ്പ് 2 പ്രമേഹത്തിൽ ഇൻസുലിൻ്റെ അളവ് കുറവില്ല. ശരീരം ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, പലരിലും ഇൻസുലിൻ്റെ അളവ് വളരെ കൂടുതലായാണ് കാണുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതാണ് പ്രശ്നം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതിനൊപ്പം ഇൻസുലിൻ്റെ അളവും കൂടുന്നത് രക്തക്കുഴലുകളുടെ ആരോഗ്യം നശിക്കാനും അതിൽ കൊഴുപ്പടിയാനും ഇടയായി രക്തയോട്ടം തടസ്സപ്പെടുന്നതാണ് പ്രമേഹ രോഗികളുടെ അവയവങ്ങൾ. ഹൃദയവും വൃക്കയും കാഴ്ചശക്തിയും കേൾവിശക്തിയും ഓർമ്മശക്തിയും പാദങ്ങളിലെ സ്പർശനശേഷിയും ഒക്കെ കുറയാനും നശിക്കാനും ഇടയാക്കുന്നത്. ടൈപ്പ് 2 പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലിയിലെ അപാകതകൾ മൂലം കോശങ്ങളിലെ ഇൻസുലിൻ റിസപ്റ്ററുകൾ ശരിയായി പ്രവർത്തിക്കാത്തത് മൂലം മെറ്റബോളിസം, ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ ശരിയായി നടക്കാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ശരിയായ ശാസ്ത്രീയ അറിവോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഇൻസുലിൻ റിസപ്റ്ററുകളുടെ കേടുമാറ്റി പ്രവർത്തനശേഷി കൂട്ടി ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി രോഗമുക്തി സാധ്യമാക്കാം. പ്രമേഹം ഏത് തരമാണ്, ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് തിരിച്ചറിയാൻ എന്താണ് ചെയ്യേണ്ടത്? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനൊപ്പം ഇൻസുലിൻ്റെ അളവ് കൂടെ നോക്കിയാൽ മതി. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവരാണെങ്കിൽ സി പെപ്റ്റൈഡ് എന്ന ടെസ്റ്റും കൂടി ചെയ്യണം. ഇൻസുലിൻ്റെയും സി പെപ്റ്റൈഡിൻ്റെയും അളവ് നോർമലോ കൂടുതലോ ആണെങ്കിൽ ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 2 പ്രമേഹത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുന്നത് മാത്രമല്ല, രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതും ശരീരകോശങ്ങളെ പ്രതികൂലമായി ബാധിക്കും. കോശങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് കരൾ കോശങ്ങൾക്കുള്ളിൽ കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവറും രക്തക്കുഴലുകൾക്കുള്ളിൽ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കുകളും ഉണ്ടാകാൻ പ്രധാന കാരണം ഹൈപ്പർ ഇൻസുലിനീമിയ അഥവാ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതാണ് കാരണം. ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് പ്രഷർ കൂടാനും കാരണമാകും. അതായത്
ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ഗ്ലൂക്കോസ് നോർമൽ ആക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഇൻസുലിന്റെ അളവ് നോർമൽ ആക്കുന്നത്. ശാസ്ത്രീയമായ അറിവോടെ ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറായാൽ ഹൈപ്പർ ഇൻസുലിനീമിയയും ഹൈപ്പർ ഗ്ലൈസീമിയയും ഒന്നിച്ച് തന്നെ നോർമൽ ആക്കാനാവും. അതായത് ടൈപ്പ് 2 പ്രമേഹത്തിൽ ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കൂട്ടി ഷുഗർ നിയന്ത്രിക്കാനും പ്രമേഹം രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും അവയവങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്നത് തടയാനും ജീവിതശൈലി ക്രമീകരണത്തിലൂടെ കഴിയും. ഓർമ്മിക്കുക, ടൈപ്പ് 2 പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. അതിൽ ഇൻസുലിന്റെ കുറവില്ല. മരുന്നിന്റെ കുറവ് കൊണ്ടല്ല ഈ രോഗം ഉണ്ടാകുന്നത്. മൂലകാരണമായ ജീവിതശൈലിയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. പ്രമേഹ മരുന്നുകൾ ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ സഹായിക്കുക മാത്രമേ ഉള്ളൂ. അതും കൃത്യതയോടെ സ്ഥിരമായി ഉപയോഗിച്ചാൽ മാത്രം. പല പ്രമേഹ മരുന്നുകളും ഇഞ്ചക്ഷനും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് രക്തത്തിലെ ഇൻസുലിന്റെ അളവ് കൂട്ടിക്കൊണ്ടാണ്. ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിന്റെ അളവ് അമിതമായി കൂടുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ചുരുക്കി പറഞ്ഞാൽ, അടിസ്ഥാനപരമായ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് മാത്രമേ പ്രമേഹത്തിൽ നിന്നും മുക്തി നേടാനാവൂ. ഡോക്ടറുടെ മുറിയിൽ വെച്ച് പറയുന്ന ജനറൽ അഡ്വൈസ്, ഒരു പൊതു ഉപദേശം കേട്ട് തിരിച്ചു വീട്ടിലെത്തി പഴയ ജീവിതശൈലി തുടരുന്ന സ്ഥിതി മാറണം. നമ്മൾ ഇവിടെ നോക്കുന്നത് രോഗത്തിന്റെ മൂലകാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ തിരുത്താനാണ്. ചിന്തിക്കുക, നിങ്ങൾ ഒരു 15 വർഷമായി ഇൻസുലിൻ റെസിസ്റ്റൻസ് ടൈപ്പ് 2 ഡയബറ്റിസ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളിലെ ഇൻസുലിൻ റിസപ്റ്ററുകൾ വളരെയധികം കേടായി, അല്ലെങ്കിൽ തുരുമ്പെടുത്തിരിക്കുന്നത് പോലെ. അവയ്ക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. അവിടെയാണ് ഇതുവരെ ചെയ്തിരുന്നത് പോലെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിനുപരി വ്യക്തമായ ശാസ്ത്രീയമായ അടിത്തറയിലൂന്നിയ ജീവിതശൈലി ക്രമീകരണം വേണ്ടിവരുന്നത്. രണ്ടാമത്തെ പ്രധാന കാര്യം സൈലന്റ് ഇൻഫ്ലമേഷൻ അഥവാ നിശബ്ദമായ നീർക്കെട്ട്. മിക്ക പ്രമേഹ രോഗികളിലും ഷുഗർ പ്രശ്നത്തിനപ്പുറം ആഹാരത്തിലൂടെയോ പരിതസ്ഥിതിയിലൂടെയോ ഉണ്ടാകുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻ, ഒരുതരം സ്ഥിരമായ നീർക്കെട്ട് ശരീരത്തിൽ നടക്കുന്നുണ്ടാവാം. ഈ നീർക്കെട്ട് അഥവാ ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ് എല്ലാ രോഗങ്ങൾക്കും ഇന്ധനം നൽകുന്നത്. നിങ്ങളുടെ ജീവിതശൈലിയിൽ, ഭക്ഷണത്തിൽ ഒളിച്ചിരിക്കുന്ന ആ ട്രിഗർ ഏതെന്ന് തിരിച്ചറിയാതെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നല്ല ഫലം കിട്ടില്ല. പൊതുവായ ഉപദേശങ്ങൾ ഈ ഒളിച്ചിരിക്കുന്ന ട്രിഗറിനെ, മൂലകാരണത്തെ കണ്ടെത്താനോ മാറ്റാനോ സഹായിക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പൊതുവായ ജീവിതശൈലി ക്രമീകരണ ശ്രമങ്ങൾ പരാജയപ്പെടുന്നത്. എപ്പോഴാണ് ഞാൻ മരുന്നിനും അപ്പുറം ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിനായി സഹായം തേടേണ്ടത്? നിങ്ങൾ സ്വയം വിലയിരുത്തുക. 1. മരുന്നിന്റെ ഡോസ് കൂട്ടേണ്ടി വരുന്നുണ്ടോ? കഴിഞ്ഞ 1 വർഷത്തിനിടെ നിങ്ങളുടെ മരുന്നുകളുടെ ഡോസ് കൂട്ടിയിട്ടുണ്ടോ? 2. ബ്ലഡ് ഗ്ലൂക്കോസും HbA1cയും നോർമലാണ്. 3. ഷുഗറിനും പ്രഷറിനും ഹൃദ്രോഗത്തിനും തൈറോയിഡിനുമായി നിങ്ങൾ 4 5 ഗുളികകൾ കഴിക്കുന്നുണ്ടോ? ഇത് കാണിക്കുന്നത് രോഗത്തിന്റെ മൂലകാരണം മരുന്നുകളേക്കാൾ വേഗത്തിൽ വളരുന്നു എന്നാണ്. 4. പ്രധാന അവയവങ്ങൾക്ക് നാശം സംഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നത് ആദ്യം കാണിക്കുന്നത് GFR ടെസ്റ്റിലും മൂത്രത്തിലെ പ്രോട്ടീനിന്റെ അളവിലുമാണ്. GFR കുറഞ്ഞ് 90-ൽ താഴെയായോ? മൂത്രത്തിലൂടെ ആൽബുമിൻ പോകുന്നുണ്ടോ? 5. കൈകളിലോ പാദങ്ങളിലോ മരവിപ്പോ പുകച്ചിലോ തോന്നുന്നുണ്ടോ? ഓർമ്മക്കുറവ്, മറവി കൂടുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ന്യൂറോപ്പതി അഥവാ പ്രമേഹം ഞരമ്പുകളെ ബാധിച്ചു തുടങ്ങിയതിന്റെ ലക്ഷണമാവാം. 6. സ്റ്റെപ്പ് കയറുമ്പോഴോ ജോലികൾ ചെയ്യുമ്പോഴോ അസാധാരണമായ ക്ഷീണവും കിതപ്പും തോന്നുന്നുണ്ടോ? ആൻജിയോഗ്രാഫി ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഹൃദയ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാകാം. പ്രമേഹം ഹൃദയത്തെ സാരമായി ബാധിച്ചിരിക്കാം. 7. സന്ധികളിൽ വേദനയുണ്ടോ? മുട്ടിന് തേയ്മാനമുണ്ട്, തൂക്കം കുറയ്ക്കണം, മുട്ട് മാറ്റിവെക്കേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? 8.
കണ്ണ് പരിശോധനയിൽ കാറ്ററാക്റ്റിന്റെ തുടക്കമുണ്ട്, കാറ്ററാക്ട് സർജറി വേണം എന്ന് ഡോക്ടർ പറഞ്ഞു. കണ്ണിൽ ലേസർ സർജറിയോ ഇഞ്ചക്ഷനോ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? കണ്ണിലെ പ്രഷർ കൂടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അമിത ഗ്ലൂക്കോസും അമിത ഇൻസുലിനും കണ്ണിലെ രക്തക്കുഴലുകൾക്ക് കാര്യമായ നാശം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 9. ഫാറ്റി ലിവറോ ലിവർ ഫൈബ്രോസിസോ സിറോസിസോ കണ്ടു തുടങ്ങിയോ? 10. റീബൗണ്ട് ഇഫക്റ്റ്. നിങ്ങൾക്ക് പ്രത്യേക സാഹചര്യത്തിൽ 1-2 ഡോസ് മരുന്ന് കഴിക്കാൻ സാധിക്കാതെ വന്നാൽ നിങ്ങളുടെ ഷുഗർ ലെവൽ അപകടകരമാം ഉയരുന്നുണ്ടോ? ഈ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ കോശങ്ങളിലെ ഇൻസുലിൻ റിസപ്റ്ററുകളുടെ പ്രവർത്തനശേഷി കാര്യമായി കുറഞ്ഞിരിക്കുന്നു, അതിനെ റിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഇവിടെയാണ് ശാസ്ത്രീയ അടിത്തറയോടെയുള്ള ജീവിതശൈലി ക്രമീകരണം അനിവാര്യമായ ചികിത്സയായി മാറുന്നത്. അത് എങ്ങനെ എന്ന് നോക്കാം. നമ്മുടെ ലക്ഷ്യം കേവലം മരുന്നുകൾ എടുത്ത് രോഗത്തെ നിയന്ത്രിക്കുക എന്നതാവരുത്, മറിച്ച് ശരീരത്തിലെ കേടായ കോശങ്ങളുടെ ഇൻസുലിൻ റിസപ്റ്ററുകളുടെ പ്രവർത്തനശേഷി വീണ്ടെടുക്കുക എന്നതാവണം. ഇവിടെയാണ് കൃത്യമായ പരിശോധനകളുടെയും ഹെൽത്ത് ഡേറ്റയുടെയും ആവശ്യം. 1. കൃത്യമായ പരിശോധനകൾ നടത്തി രോഗം ഏതൊക്കെ അവയവങ്ങളെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തണം. കൂടാതെ പാൻക്രിയാസ് എത്ര ഇൻസുലിൻ ഉണ്ടാക്കുന്നു, ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കൂട്ടുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തണം. ഇതിനായി പരിശോധനകളിലൂടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശത്തിന്റെ തോത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ആഴത്തിലുള്ള മെറ്റബോളിക് ടെസ്റ്റുകൾ ആവശ്യമാണ്. ഇത്തരം കൃത്യമായ ഡേറ്റ ഉപയോഗിച്ചാൽ ഡോക്ടർക്ക് നിങ്ങളുടെ മരുന്നുകൾ സുരക്ഷിതമായി കുറയ്ക്കുന്നതിനെക്കുറിച്ചും ഇൻസുലിൻ ഡോസ് കുറയ്ക്കുന്നതിനെക്കുറിച്ചും കൃത്യമായി ഉപദേശം തരാനാവും. ഇതിലൂടെ കിഡ്നി, ഹൃദയം, കരൾ, കണ്ണ് തുടങ്ങിയ അവയവങ്ങളെ പ്രമേഹത്തിന്റെ ദോഷഫലങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കും. 2. അവയവങ്ങളുടെ പുനർനിർമ്മാണം. മരുന്നുകൾക്ക് സാധിക്കാത്ത ഒരു കാര്യമുണ്ട്: അവയവങ്ങൾ നശിക്കുന്നത് തടയാനും അവയുടെ പ്രവർത്തനം വീണ്ടെടുക്കാനും സാധിക്കാത്തത്. ശരിയായ ന്യൂട്രീഷൻ, പോഷകാഹാരം, ശരിയായ സർക്കുലേഷൻ, രക്തയോട്ടം എന്നിവ ഉറപ്പാക്കുമ്പോൾ നിങ്ങളുടെ കോശങ്ങൾ രോഗത്തിൽ നിന്ന് പുറത്തു വരികയും അവയുടെ പ്രവർത്തനശേഷി വീണ്ടെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറാനുള്ള ഒരു ശാസ്ത്രീയ ശ്രമമാണിത്, അല്ലാതെ രോഗം മാനേജ് ചെയ്യാനുള്ള സാധാരണ ചികിത്സയല്ല. ഓരോ വ്യക്തിയും ആരോഗ്യയാത്രയുടെ ഈ നിർണായക ഘട്ടത്തിൽ നിങ്ങൾ സ്വയം രോഗിയായി തുടരണോ അതോ ആരോഗ്യവാനായ ഒരു പുതിയ വ്യക്തിയായി മാറണോ എന്ന് സ്വയം തീരുമാനിക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയും ഇപ്പോൾ ഒന്നിലധികം രോഗങ്ങളും മരുന്നുകളും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അടുത്ത മരുന്നല്ല, നിങ്ങൾക്ക് വേണ്ടത് വ്യക്തതയാണ്. നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വ്യക്തതയും ഒപ്പം തന്നെ ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചുള്ള വ്യക്തതയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഷുഗർ, പ്രഷർ, ഹൃദ്രോഗം, തൈറോയിഡ്, സന്ധിവേദന, ഫാറ്റി ലിവർ, വൃക്കത്തകരാറ് തുടങ്ങി പലതരം രോഗങ്ങൾക്കായി നിങ്ങൾ പലപ്പോഴും 5-6 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണുന്നു. ഓരോന്നിനും പ്രത്യേകം മരുന്നുകൾ കഴിക്കുന്നു. ഈ രോഗങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങളാണെന്നാണ് WHO, ലോകാരോഗ്യ സംഘടന പറയുന്നത്. അപ്പോൾ ഈ രോഗങ്ങൾ പലതാണോ അത് നമുക്ക് പലതായി തോന്നുന്നതാണ്? ഇതിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. പലതരം രോഗങ്ങൾക്ക് പിന്നിലെ ഒറ്റ മൂല കാരണം ഏതാണെന്ന് നോക്കാം. ദിവസേന ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് പ്രമേഹത്തിനും അതിനോടൊപ്പമുള്ള പ്രഷറിനും കൊളസ്ട്രോളിനും ഹൃദ്രോഗത്തിനും വേദനകൾക്കും വേണ്ടിയാണ്. സ്ഥിരമായ മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ മാറി അത്യാഹിത ഘട്ടത്തിൽ മാത്രം മരുന്നുകളെയും ശസ്ത്രക്രിയകളെയും ആശ്രയിക്കുന്ന അവസ്ഥയിലെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യ സ്വാതന്ത്ര്യം സാധ്യമാകൂ. മരുന്നുകളെക്കാൾ പ്രധാനം അറിവോടെയുള്ള പ്രതിബദ്ധതയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. സ്ഥിരമായ രോഗങ്ങളോ മരുന്ന് കഴിക്കലോ ഇല്ലാത്ത അവസ്ഥ
അതാണ് ആരോഗ്യ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ എല്ലാ ശ്രമങ്ങളും 3 അടിസ്ഥാന തൂണുകളിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. ഒന്ന്, ശരിയായ അറിവ്. അതായത് രോഗത്തിന്റെ യഥാർത്ഥ മൂലകാരണം അറിയണം, മനസ്സിലാക്കണം. 2, അറിവിന്റെ ശരിയായ ഉപയോഗം. അതായത് ആ അറിവിനെ നിങ്ങളുടെ ജീവിതശൈലിയിലേക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള പ്രാപ്തി നേടണം. 3, ശരിയായ ശാസ്ത്രീയമായ അപഗ്രഥനവും പുരോഗതി വിലയിരുത്തലും. അതിനായി രോഗം മാറാനും ആരോഗ്യം നിലനിർത്താനും ആവശ്യമായ ക്ലിനിക്കൽ നിരീക്ഷണവും പിന്തുണയും ഉറപ്പാക്കണം. നിങ്ങൾ ഒരു അറിവുള്ള രോഗിയാകുമ്പോൾ രോഗരഹിതമായ ഭാവിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. ഓരോ ജീവിതശൈലി രോഗത്തെയും ഇന്ന് ചികിത്സിക്കുന്നത് പ്രത്യേക വിഭാഗങ്ങളും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമാണ്. ഹോർമോൺ വ്യതിയാനങ്ങൾക്കായി എൻഡോക്രൈനോളജി, ഹാർട്ടിനായി കാർഡിയോളജിയും കാർഡിയാക് സർജനും, രക്തക്കുഴലിനായി വാസ്കുലർ സർജൻ, നെർവിനായി ന്യൂറോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും, അങ്ങനെ പലതരം സ്പെഷ്യലിസ്റ്റുകളാണ് ഒരു മനുഷ്യ ശരീരത്തെ ചികിത്സിക്കാനായി വേണ്ടി വരുന്നത്. ഇന്ന് പ്രമേഹത്തിനായി ഡയബറ്റോളജി വിഭാഗം മാത്രമല്ല, പ്രമേഹം മൂലം കേടാകുന്ന ഓരോ അവയവത്തെയും ചികിത്സിക്കുന്നത് ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും. അതിനായി സ്പെഷ്യൽ സൗകര്യങ്ങളോടുകൂടി വിഭാഗങ്ങൾ തന്നെ വേണം. കണ്ണിനായി റെറ്റിന സർജനും കാറ്ററാക്ട് സർജനും, കാലിനായി പീഡിയാട്രിക് സർജനും, ഹൃദയത്തിനായി കാർഡിയോളജിസ്റ്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റും, ഹാർട്ട് സർജനും ഇലക്ട്രോ ഫിസിയോളജിസ്റ്റും, അങ്ങനെ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളുടെ എണ്ണം കൂടി വരുന്നു. ഒപ്പം തന്നെ രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ആരുടെയും രോഗം മാറുന്നില്ല. ചികിത്സിക്കാനായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹോസ്പിറ്റലുകളും വ്യത്യസ്ത സ്പെഷ്യലിസ്റ്റ് വിഭാഗങ്ങളും ഡോക്ടർമാരുമുണ്ട്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ ആ ഒറ്റ മൂല കാരണത്തെ ശ്രദ്ധിക്കാതെ പോകും. അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ അഥവാ സ്ഥിരമായ കോശവീക്കം, നീർക്കെട്ട്. രോഗത്തിന്റെ ആ യഥാർത്ഥ കാരണം ചികിത്സയുടെ അജണ്ടയിൽ സ്ഥാനം പിടിക്കാത്തതാണ് ചികിത്സിച്ചാലും രോഗം മാറാത്തതിന്റെ കാരണം. രോഗമുക്തി പ്രാപ്തമാകണമെങ്കിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇമ്മ്യൂണിറ്റിയും രോഗങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. നമ്മുടെ ഉള്ളിലെ ഡോക്ടർ അഥവാ ഉള്ളിലെ ഹീലിംഗ് പവറാണ് ഇമ്മ്യൂൺ സിസ്റ്റം. ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതും മുറിവുണക്കുന്നതും രോഗമുക്തി നൽകുന്നതും ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ 2 വിഭാഗങ്ങളുണ്ട്. omega-6 ഫാറ്റ് നിയന്ത്രിക്കുന്ന പ്രതിരോധം അഥവാ ഇൻഫ്ലമേഷനും, omega-3 ഫാറ്റ് നിയന്ത്രിക്കുന്ന ഹീലിംഗ്, സൗഖ്യമാക്കൽ അഥവാ ആന്റി ഇൻഫ്ലമേഷനും. വിഷാംശം ശരീരത്തിലെത്തുമ്പോൾ ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. പോഷകങ്ങളല്ലാത്തതെല്ലാം, നാം കഴിക്കുന്ന മരുന്നുകൾ പോലും പോഷകങ്ങൾ തന്നെ അമിതമായാലും ശരീരത്തിന് ചേരാത്ത ഭക്ഷണവും വൈറസും ബാക്ടീരിയയും പോലുള്ള ബയോളജിക്കൽ ഏജൻസും മദ്യവും ഭക്ഷണത്തിലെ അമിത കൊഴുപ്പും അന്നജവും ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുന്ന കീടനാശിനികളും കൃത്രിമ രുചിക്കൂട്ടുകളും നിറക്കൂട്ടുകളും പ്രിസർവേറ്റീവുകളും പോലുള്ള കെമിക്കൽ ഏജന്റുകളെയും ഒക്കെ ഇമ്മ്യൂൺ സിസ്റ്റം വിഷവസ്തുവായാണ് കാണുന്നത്. ഇൻഫ്ലമേഷൻ കൂട്ടുന്ന വിഷവസ്തുക്കളും omega-6 ഫാറ്റ് കൂടുന്നതും ആന്റി ഇൻഫ്ലമേഷൻ അഥവാ റിപ്പയർ വർക്കിന് ആവശ്യമായ omega-3 ഫാറ്റോ ഒന്നോ അതിൽ കൂടുതലോ അവശ്യ പോഷകങ്ങൾ തീരെ കുറയുന്നതുമാണ് പ്രമേഹം ഉൾപ്പെടെയുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും കാരണം എന്നാണ് ആധുനിക ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ, നമുക്കുള്ളിലെ സ്വന്തം ഡോക്ടറെ ശക്തിപ്പെടുത്തി അസ്വസ്ഥതകളിൽ നിന്നും രോഗത്തിൽ നിന്നും മുക്തി നേടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. രോഗലക്ഷണങ്ങളുടെ ശാസ്ത്രം ഏത് രോഗമായാലും ക്ഷീണം, പനി, വേദന, ചുവപ്പ്, മുഴ എന്നീ 5 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ആകും നമുക്ക് അനുഭവപ്പെടുക.
ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ് ഈ രോഗലക്ഷണങ്ങൾക്ക് കാരണം. ഈ രോഗലക്ഷണങ്ങളിലൂടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും രോഗകാരണമായ അണുക്കളെയും വിഷവസ്തുക്കളെയും ഒഴിവാക്കാൻ സഹായം അഭ്യർത്ഥിക്കുകയുമാണ്. വേദനകളും അസ്വസ്ഥതകളും കുറയ്ക്കാനായി നൽകുന്ന ഒട്ടുമിക്ക മരുന്നുകളും ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുന്നതിലൂടെയാണ് രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നത്. അണുക്കളെയും വിഷവസ്തുക്കളെയും നശിപ്പിക്കാനായി കൂടുതൽ വെളുത്ത രക്താണുക്കളും ആന്റിബോഡിയും ഒക്കെ ഉണ്ടാക്കണം. രോഗം മൂലം കേടായ കോശങ്ങളെ മാറ്റി പുതിയവയെ ഉണ്ടാക്കാനും ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും എളുപ്പമാകും. രോഗങ്ങൾ ഉണ്ടാകാനും രോഗമുക്തി ലഭിക്കാത്തതിനും കാരണം ഇമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കുന്ന omega-3-6 ഫാറ്റുകളുടെ അനുപാതം തെറ്റുന്നതും പോഷകങ്ങളിലെ ഏറ്റക്കുറച്ചിലും വിഷാംശം മൂലം ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകളുമാണ്. ഉത്തമമായ അളവിൽ പോഷകങ്ങളും വ്യായാമവും നൽകുകയും ശരീരത്തിലെ വിഷാംശം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്ത് ഇമ്മ്യൂണിറ്റിയിലെ താളപ്പിഴകൾ പരിഹരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. ജീവിതശൈലി ക്രമീകരിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശാക്തീകരിച്ച് രോഗമുക്തിയും മരുന്നുകളിൽ നിന്നും ഓപ്പറേഷനുകളിൽ നിന്നുമുള്ള മുക്തിയും സാധ്യമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കണം. സാധാരണയായി ഒരു മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അക്യൂട്ട് ഇൻഫ്ലമേഷൻ പ്രതിരോധത്തിന്റെ ഭാഗമാണ്. ഇത് രോഗമുക്തിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതശൈലിയിലെ പാകപ്പിഴകൾ മൂലം ശരീരത്തിലടിയുന്ന വിഷാംശം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇൻഫ്ലമേഷൻ പ്രതിരോധത്തിൻ്റെതായ ഒരു ചെറിയ തീ എപ്പോഴും കത്തുന്നുണ്ടാവും. അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ. ശാസ്ത്രീയമായി നോക്കിയാകും നമുക്ക് അനുഭവപ്പെടുക. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ് ഈ രോഗലക്ഷണങ്ങൾക്ക് കാരണം. ഈ രോഗലക്ഷണങ്ങളിലൂടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും രോഗകാരണമായ അണുക്കളെയും വിഷവസ്തുക്കളെയും ഒഴിവാക്കാൻ സഹായം അഭ്യർത്ഥിക്കുകയുമാണ്. വേദനകളും അസ്വസ്ഥതകളും കുറയ്ക്കാനായി നൽകുന്ന ഒട്ടുമിക്ക മരുന്നുകളും ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുന്നതിലൂടെയാണ് രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നത്. അണുക്കളെയും വിഷവസ്തുക്കളെയും നശിപ്പിക്കാനായി കൂടുതൽ വെളുത്ത രക്താണുക്കളും ആന്റിബോഡിയും ഒക്കെ ഉണ്ടാക്കണം. രോഗം മൂലം കേടായ കോശങ്ങളെ മാറ്റി പുതിയവയെ ഉണ്ടാക്കാനും ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും എളുപ്പമാകും. രോഗങ്ങൾ ഉണ്ടാകാനും രോഗമുക്തി ലഭിക്കാത്തതിനും കാരണം ഇമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കുന്ന omega-3-6 ഫാറ്റുകളുടെ അനുപാതം തെറ്റുന്നതും പോഷകങ്ങളിലെ ഏറ്റക്കുറച്ചിലും വിഷാംശം മൂലം ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകളുമാണ്. ഉത്തമമായ അളവിൽ പോഷകങ്ങളും വ്യായാമവും നൽകുകയും ശരീരത്തിലെ വിഷാംശം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്ത് ഇമ്മ്യൂണിറ്റിയിലെ താളപ്പിഴകൾ പരിഹരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. ജീവിതശൈലി ക്രമീകരിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശാക്തീകരിച്ച് രോഗമുക്തിയും മരുന്നുകളിൽ നിന്നും ഓപ്പറേഷനുകളിൽ നിന്നുമുള്ള മുക്തിയും സാധ്യമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കണം. സാധാരണയായി ഒരു മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അക്യൂട്ട് ഇൻഫ്ലമേഷൻ പ്രതിരോധത്തിന്റെ ഭാഗമാണ്. ഇത് രോഗമുക്തിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതശൈലിയിലെ പാകപ്പിഴകൾ മൂലം ശരീരത്തിലടിയുന്ന വിഷാംശം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇൻഫ്ലമേഷൻ പ്രതിരോധത്തിൻ്റെതായ ഒരു ചെറിയ തീ എപ്പോഴും കത്തുന്നുണ്ടാവും. അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ. ശാസ്ത്രീയമായി നോക്കിയാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും ആർത്രൈറ്റിസും പോലുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് വിഭാഗത്തിലാണ് പെടുന്നത്. ഇൻഫ്ലമേഷന്റെ ഈ തീ നിങ്ങളുടെ ശരീരത്തിൽ എന്തു ചെയ്യുന്നു എന്നറിയാമോ? ഒന്ന്, രക്തക്കുഴലിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നു. ഇൻഫ്ലമേഷൻ വീക്കം രക്തക്കുഴലുകളെ കേടുവരുത്തി ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി,
ന്യൂറോപ്പതി, ഓർമ്മക്കുറവ്, കൈകൾ തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. 2, സന്ധികളിലെ വേദന. ഇതേ വീക്കം സന്ധികളിൽ അടിഞ്ഞുകൂടി ആർത്രൈറ്റിസിനും സന്ധിവേദനയ്ക്കും കാരണമാകും. 3, ഇതേ പ്രശ്നങ്ങൾ. ഈ വീക്കമാണ് കൊഴുപ്പിനെ രക്തക്കുഴലുകളിൽ അടിയിച്ച് പ്രഷറിനും ബ്ലോക്കുകൾക്കും ഹൃദയാഘാതത്തിനും കാരണമാകുന്നു. ടൈപ്പ് 2 പ്രമേഹത്തിന്റെ ലക്ഷണമായ രക്തത്തിലെ അമിത ഇൻസുലിനും ഗ്ലൂക്കോസും ശരീരത്തിലെ എല്ലാ രക്തക്കുഴലുകളെയും നശിപ്പിക്കുന്നു. ലക്ഷണങ്ങൾ പലതാകാം. പല അവയവങ്ങളെ രോഗം ബാധിച്ചിട്ടുണ്ടാകാം. പക്ഷെ കാരണം ഒന്ന് മാത്രമാണ്: ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട്. ടൈപ്പ് 2 പ്രമേഹത്തിന്റെ കാര്യത്തിൽ ഈ നീർക്കെട്ട് ബാധിച്ചിരിക്കുന്നത് ഓരോ കോശങ്ങളെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കോശഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസുലിൻ റിസപ്റ്ററുകളെയാണ്. അവിടെ നിന്നാണ് പ്രമേഹം എന്ന മഹാമാരിയുടെ തുടക്കം. മരുന്നുകൾക്ക് ചിലപ്പോൾ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ, വീക്കം തൽക്കാലത്തേക്ക് അടക്കി നിർത്താൻ സാധിച്ചേക്കും. പക്ഷെ മാറ്റാനാവില്ല. മരുന്നുകളെ ശരീരം, ഇമ്മ്യൂൺ സിസ്റ്റം കാണുന്നത് ഒരു വിഷവസ്തുവായാണ്. ദീർഘകാലത്തെ മരുന്നുപയോഗം എല്ലാ അവയവങ്ങളെയും, പ്രത്യേകിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തെയും കരളിനെയും വൃക്കയെയും രക്തക്കുഴലുകളെയും വയറിനെയും ചർമ്മത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കും. ഓരോ സ്പെഷ്യലിസ്റ്റും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഉദാഹരണത്തിന്, നെഫ്രോളജിസ്റ്റ് അദ്ദേഹം കിഡ്നിയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുക. കാർഡിയോളജിസ്റ്റ് ഹാർട്ടിനെയും, പൊഡിയാട്രിക് സർജൻ കാലിനെയും, റെറ്റിനൽ സർജൻ റെറ്റിനെയും. അങ്ങനെ ഓരോ സ്പെഷ്യലിസ്റ്റും അവരുടെ സ്പെഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട അവയവങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്നു, ചികിത്സിക്കുന്നു. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശരീരത്തിൽ മൊത്തമായുള്ള ഇൻഫ്ലമേഷന്റെ, വീക്കത്തിന്റെ ട്രിഗറായ നിങ്ങളുടെ ജീവിതശൈലിയെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച് സാധാരണ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ശ്രദ്ധിക്കാറില്ല. അത് ഡയറ്റീഷ്യന്റെയും ഫിറ്റ്നസ് ട്രെയിനറിന്റെയും മാത്രം കാര്യമായി മാറും. ഇവിടെയാണ് ചികിത്സയും രോഗകാരണവും തമ്മിലുള്ള വിടവ് വലുതാകുന്നത്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രോഗത്തിന്റെ മൂലകാരണവും പരിഹാരവും ചികിത്സയുടെ അജണ്ടയിൽ ഇല്ലാതെ പോകുന്നു. നിങ്ങളുടെ ചികിത്സ സങ്കീർണമാകാൻ കാരണം ഇതാണ്. ഓരോ സ്പെഷ്യലിസ്റ്റും അവരവരുടേതായ ഭാഗം മാത്രം ചികിത്സിക്കുമ്പോൾ ദ റൂട്ട് കോസ്, മൂലകാരണം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കഴിക്കുന്ന ഗുളികകൾ വീക്കത്തിന്റെ തീ അണയ്ക്കുന്നില്ല, ചിലപ്പോൾ പാർശ്വഫലങ്ങളുടെ രൂപത്തിൽ ആളിക്കത്താൻ ഇടയാക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഈ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം അവയുടെയെല്ലാം കോമൺ ഫൗണ്ടേഷൻ, പൊതുവായ അടിത്തറ കണ്ടെത്തി തിരുത്തുക എന്നതാണ്. ഇവിടെയാണ് ശരീരത്തെ, വ്യക്തിയെ മൊത്തമായി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ്, ഒരു ഏകീകൃത ചികിത്സയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. പ്രമേഹ രോഗിയുടെ പല അവയവങ്ങളെയും രോഗം ബാധിച്ചിട്ടുണ്ടാകാം. അതിനാൽ പലതരം അസ്വസ്ഥതകൾ ഉണ്ടാവും. നിങ്ങളുടെ രോഗങ്ങളും ചികിത്സകളും ഒക്കെ ഒറ്റ നോട്ടത്തിൽ വളരെ സങ്കീർണമായി തോന്നാം. പക്ഷെ ശരിയായ ശാസ്ത്രീയ വീക്ഷണത്തോടെ സമീപിച്ചാൽ പരിഹാരം വളരെ ലളിതമാണ്. ആ ലളിതമായ പരിഹാരം കണ്ടെത്താൻ ശാസ്ത്ര പിന്തുണയോടെയുള്ള ക്ലിനിക്കൽ സപ്പോർട്ട് ഉണ്ടാകണം. അതിനായി വേണ്ടത് 1, കൃത്യമായ ഡാറ്റ. നിങ്ങളിലെ ഇൻഫ്ലമേഷൻ, ശരീര വീക്കത്തിന് കാരണമാകുന്ന ജീവിതശൈലിയിലെ മറഞ്ഞിരിക്കുന്ന ട്രിഗറുകൾ ഏതാണെന്ന് കണ്ടെത്തണം. പരിശോധനകളിലൂടെ ന്യൂട്രീഷനിലെയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും ഹോർമോണുകളിലെയും അപാകതകൾ കണ്ടെത്തണം. ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശം കണ്ടെത്തി ഒഴിവാക്കാൻ ശ്രമിക്കണം. 2, കൃത്യമായ പ്ലാൻ. ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിലെയും കേടായ കോശങ്ങളെ മാറ്റി ആരോഗ്യമുള്ള പുതിയ കോശങ്ങളെ ഉണ്ടാക്കാൻ വേണ്ട സഹായം നൽകുക. അതിനായി
ഒരു വ്യക്തിഗത ലൈഫ് സ്റ്റൈൽ പ്ലാൻ കണ്ടെത്തി പ്രായോഗിക തലത്തിൽ എത്തിക്കണം. അങ്ങനെ ഈ ഇൻഫ്ലമേഷന്റെ വീക്കത്തിന്റെ തീ അണയ്ക്കുമ്പോൾ രക്തത്തിലെ ഇൻസുലിന്റെ അളവും ഗ്ലൂക്കോസിന്റെ അളവും ഒക്കെ തനിയെ കുറയുന്നു, പ്രഷർ കുറയുന്നു, രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞുണ്ടായ ബ്ലോക്കുകൾ മാറുന്നു, സന്ധിവേദന മാറുന്നു, കണ്ണിലെ വീക്കം മാറുന്നു, കാലിലെ പുകച്ചിൽ മാറുന്നു. ഒരേയൊരു ലളിതമായ പരിഹാരം കൊണ്ട് പലതരം രോഗങ്ങൾ, പലതരം അസ്വസ്ഥതകൾ ഒരുമിച്ച് മാറുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ മരുന്ന് ജീവിതശൈലി ക്രമീകരണമാണ്. പ്രമേഹവും ഒരു ജീവിതശൈലി രോഗമാണ്. അതിനാൽ ടൈപ്പ് 2 പ്രമേഹത്തിന്റെ ശരിയായ ചികിത്സ വ്യക്തമായ കാഴ്ചപ്പാടോടെയുള്ള ജീവിതശൈലി ക്രമീകരണമാണ്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തത്തിലെ അമിത ഇൻസുലിനും ഗ്ലൂക്കോസും കൊഴുപ്പും ഒക്കെ മാറ്റി ഇൻഫ്ലമേഷന്റെ തീ അണച്ച് അവയവങ്ങളെ സംരക്ഷിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനുമുള്ള സമയമാണിത്. നിങ്ങളുടെ രോഗങ്ങളുടെ എല്ലാം മൂലകാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കാം. ഊഹങ്ങൾ അവസാനിപ്പിച്ച് ശാസ്ത്രീയമായ കൃത്യതയിലേക്ക് വരാം. ഓർക്കുക, രോഗമുക്തിയും ആരോഗ്യ സ്വാതന്ത്ര്യവും നേടാനുള്ള മാർഗം അറിവോടെയുള്ള പ്രതിബദ്ധതയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ശരിയായ അറിവ്, രോഗത്തിന്റെ യഥാർത്ഥ മൂലകാരണം അറിയുക. രണ്ട്, ശരിയായ ഉപയോഗം, ആ അറിവിനെ നിങ്ങളുടെ ജീവിതശൈലിയിലേക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള അവബോധം ഉണ്ടാക്കുക. മൂന്ന്, ശരിയായ ശാസ്ത്ര പിന്തുണയും സപ്പോർട്ടും, രോഗത്തിൽ നിന്ന് മോചനം നേടാനും ആരോഗ്യം നിലനിർത്താനും ആവശ്യമായ ക്ലിനിക്കൽ പിന്തുണയും സപ്പോർട്ടും നിരീക്ഷണവും ഉറപ്പാക്കണം. അങ്ങനെ നിങ്ങൾ അറിവും അനിവാര്യമായ സപ്പോർട്ടുമുള്ള രോഗിയാകുമ്പോൾ രോഗരഹിതമായ ഭാവിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. എപ്പോഴാണ് നിങ്ങളുടെ രോഗം അപകടകരമാകുക? ഈ 3 റെഡ് ഫ്ലാഗ്സ്, ചുവന്ന കൊടികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവയവങ്ങളുടെ പ്രവർത്തനശേഷി കുറയൽ, രക്തത്തിലെ ക്രിയാറ്റിൻ കൂടുക, GFR കുറയുക, ഫ്രോത്തി യൂറിൻ അഥവാ മൂത്രം പതയുക, സ്കാനിങ്ങിൽ ഫാറ്റി ലിവർ കാണുക, ലിവർ എൻസൈമുകൾ കൂടുക, പ്രൊപ്പോണിൻ, HCRP, ഹോമോസിസ്റ്റിൻ തുടങ്ങിയ കാർഡിയാക് മാർക്കേഴ്സ് കൂടുക, CBC, ബ്ലഡ് സെൽ കൗണ്ട്, ESR, CRP പോലുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടുക. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ കോശങ്ങൾ നശിക്കുന്നതിന്റെ വേഗത റിപ്പയർ ചെയ്യുന്നതിന്റെ വേഗതയേക്കാൾ കൂടുതലാണ് എന്നാണ്. രണ്ട്, ചർമ്മത്തിൽ കറുപ്പ് നിറവും ചൊറിച്ചിലും അനുഭവപ്പെടുക, കൈകാൽ മരവിപ്പും പുകച്ചിലും സ്പർശനശേഷിയും കുറയുന്നതായി തോന്നുക, മറവി കൂടുന്നു, കൈക്ക് വിറയൽ, കാലിൽ വേദനയും അൾസറും, കാഴ്ചശക്തിയും കേൾവിശക്തിയും ഓർമ്മശക്തിയും കുറയുക, സന്ധികളിൽ വേദനയും തേയ്മാനവും, അസ്വസ്ഥതകൾ കുറയ്ക്കാനായി ശസ്ത്രക്രിയ ആവശ്യമായി വരിക, പ്രഷർ കൂടുന്നു, ഹൃദയധമനികളിൽ ബ്ലോക്ക് സംശയിക്കപ്പെടുക. ഇവയൊക്കെ കാണിക്കുന്നത് പ്രമേഹം രക്തക്കുഴലുകളെയും നെർവുകളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. മൂന്ന്, മൾട്ടിപ്പിൾ മെഡിക്കേഷൻ ലോഡ്, മരുന്നുകളുടെ എണ്ണവും ഡോസും കൂടുന്നു. മരുന്നുകൾക്ക് നിങ്ങളുടെ പ്രമേഹത്തെ മാറ്റാനാകില്ല. രോഗത്തെ നിലനിർത്തിക്കൊണ്ട് ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ സഹായിക്കാനേ പറ്റൂ. രോഗത്തിന്റെ മൂലകാരണത്തെ നീക്കം ചെയ്യാൻ മരുന്നിന് സാധിക്കില്ല. മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റുകൾ പുതിയ രോഗങ്ങൾ ഉണ്ടാക്കാം. ഈ ഘട്ടത്തിൽ ക്ലിനിക്കൽ നിരീക്ഷണത്തോടെയുള്ള തീവ്രമായ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ മാത്രമാണ് കേടുപാടുകൾ വന്ന അവയവങ്ങളെ റിപ്പയർ ചെയ്ത് ആരോഗ്യം തിരിച്ചു പിടിക്കാനുള്ള ഏക മാർഗം. പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, ആധുനിക വൈദ്യശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും പ്രമേഹം മാറ്റാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ലളിതമാണ്. ആധുനിക മരുന്നുകൾ ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ടൈപ്പ് 2 പ്രമേഹത്തിന്റെ അടിസ്ഥാന കാരണമായ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയ, അതായത് ഇൻസുലിന്റെ രക്തത്തിലെ അളവ് ക്രമാതീതമായി കൂട്ടുന്നത്
കുറയ്ക്കാൻ ഉതകുന്ന ഫലപ്രദമായ മരുന്നുകളൊന്നും മോഡേൺ മെഡിസിനിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ഇൻസുലിന്റെ അളവ് ക്രമാതീതമായി കൂടുതലാണെങ്കിലും ഇൻസുലിൻ ഇഞ്ചക്ഷൻ നൽകി ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ ആക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇത് ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നത് മൂലം രക്തക്കുഴലുകളുടെ നാശത്തിന് കാരണമാകുന്നു എന്നാണ് പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത്. ഓരോ പ്രമേഹ രോഗിയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ട ഒരു പ്രധാന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കൃത്യതയോടെ പ്രമേഹ മരുന്നുകളും ഇൻസുലിനും എടുത്തിട്ടും എൻ്റെ അവയവങ്ങൾ കേടാകുന്നത്, രോഗം കൂടുന്നത്, മരുന്നുകൾ കൂട്ടേണ്ടി വരുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കുമ്പോഴാണ് പ്രമേഹത്തിൽ നിന്നും മോചനത്തിനുള്ള വഴി തുറക്കുന്നത്. അതെ, എന്തുകൊണ്ടാണ് കൃത്യതയോടെ പ്രമേഹ മരുന്നുകളും ഇൻസുലിനും എടുത്തിട്ടും രോഗം മാറുന്നില്ല എന്ന് മാത്രമല്ല, അവയവങ്ങൾ ഓരോന്നായി നശിക്കുന്നു? ഇതിന് കാരണം എന്ത്? ഉത്തരം വളരെ ലളിതമാണ്. ടൈപ്പ് 2 പ്രമേഹത്തിന്റെ ചികിത്സയിൽ അതിന്റെ അടിസ്ഥാന കാരണമായ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയയും അഡ്രസ് ചെയ്യുന്നില്ല. പകരം പല പ്രമേഹ മരുന്നുകളും ഇൻസുലിൻ ഇഞ്ചക്ഷനും രക്തത്തിലെ ഇൻസുലിന്റെ അളവ് അമിതമായി കൂടാൻ ഇടവരുത്തുന്നു. ചികിത്സയിലെ ഈ താളപ്പിഴയാണ് പ്രമേഹ രോഗിയെ കൂടുതൽ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നത്. ഹൈപ്പർ ഇൻസുലിനീമിയ പ്രഷർ കൂട്ടുന്നു, നെഫ്രോപ്പതിക്ക് കാരണമാകുന്നു, ലിവറിൽ കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവറും രക്തക്കുഴലിൽ കൊഴുപ്പഴിഞ്ഞ് ആർത്രോസ്ക്ലിറോസിസിനും ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഒക്കെ തിരികൊളുത്തുന്നു. റെറ്റിനയിലെ രക്തക്കുഴലുകൾ അമിതമായി വളരാനും കാഴ്ച നശിക്കാനും ഇടയാക്കുന്നു. പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് അൽഷീമേഴ്സ് ഡിസീസ്, മറവി രോഗം, പാർക്കിൻസൺസ് ഡിസീസ് അഥവാ വിറയൽ രോഗം, സ്ത്രീകളിലെ PCOD, പുരുഷന്മാരിലെ BPH, പ്രോസ്റ്റേറ്റ് വീക്കം തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പ്രധാന കാരണം ഹൈപ്പർ ഇൻസുലിനീമിയ ആണെന്നാണ്. ശാസ്ത്രീയ അറിവുകൾ പരിഗണിക്കാതെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഗുളികകളും ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്ത് ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാക്കി ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ചികിത്സാ രീതി പ്രമേഹ രോഗത്തിന്റെ ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് എല്ലാവരും അറിയണം. എന്തും അമിതമായാൽ വിഷമാണ്. ഇൻസുലിനും ഗ്ലൂക്കോസും കൊഴുപ്പും ഒക്കെ ശരീരത്തിന് ആവശ്യമാണ്. പക്ഷേ അമിതമായാൽ രോഗമുണ്ടാക്കും എന്ന് മറക്കരുത്. നമ്മുടെ ലക്ഷ്യം അവയവങ്ങൾ നശിക്കുന്നത് തടയുകയും കേടായ അവയവങ്ങളെ റിപ്പയർ ചെയ്തെടുക്കുക എന്നതുമാകണം. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇവിടെ ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത് എന്തുകൊണ്ടെന്നാൽ, ഒന്ന്, ന്യൂട്രീഷൻ അഥവാ പോഷകാഹാരം. സ്പെഷ്യലിസ്റ്റ് ടെസ്റ്റുകളിലൂടെ ലഭിക്കുന്ന കൃത്യമായ ഡേറ്റ ഉപയോഗിച്ച് പോഷകങ്ങൾ ഉത്തമമായ അളവിൽ രോഗിക്ക് നൽകുന്നതിലൂടെ അവയവങ്ങളിലെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് ഇല്ലാതാകുന്നു. ശരീരത്തിന് ആവശ്യമായ ശുദ്ധമായ ഇന്ധനം നൽകുന്നു. ഇത് അവശേഷിക്കുന്ന കോശങ്ങളെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. ഇൻസുലിൻ റിസപ്റ്ററുകളുടെ കേടുമാറ്റി ഇൻസുലിൻ ലെവലും ഗ്ലൂക്കോസ് ലെവലും നോർമലാക്കുന്നു. രണ്ട്, സർക്കുലേഷൻ അഥവാ രക്തയോട്ടം വർദ്ധിപ്പിക്കുക. ടാർഗറ്റഡ് വ്യായാമത്തിലൂടെ രക്തയോട്ടം മെച്ചപ്പെടുത്തുമ്പോൾ പോഷകസമൃദ്ധമായ ശുദ്ധരക്തം അവയവങ്ങളിലെത്തി നശിച്ച കോശങ്ങളെ നീക്കം ചെയ്യാനും പുതിയ കോശങ്ങളെ നിർമ്മിക്കാനും സഹായിക്കുന്നു. മൂന്ന്, ഡീടോക്സിഫിക്കേഷൻ ഓർ വിഷാംശം ഒഴിവാക്കുക. ശരീരത്തിലടിഞ്ഞ വിഷാംശം പുറത്തു കളയാനും പുതിയതായി വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും കഴിയണം. മരുന്നുകളെ ശരീരം കാണുന്നത് ഒരു വിഷവസ്തുവായാണ്. മരുന്നുകൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെയും കിഡ്നിയുടെയും കരളിൻ്റെയും ജോലിഭാരം കൂട്ടും. അതിനാൽ മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ കഴിഞ്ഞാൽ മാത്രമേ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉത്തേജിപ്പിച്ച് റിപ്പയർ ജോലികൾ കാര്യക്ഷമമാക്കി ശരീരത്തിൻ്റെ പുതുക്കിപ്പണിയാൻ എളുപ്പമാക്കാൻ സാധിക്കും. ഓരോരുത്തരും അവനവൻ്റെ അറിവ് വെച്ചുകൊണ്ടാണ് ജീവിതശൈലി ക്രമീകരിക്കാൻ ശ്രമിക്കുന്നത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ചിട്ട് ഇൻസുലിൻ ലെവലും ഗ്ലൂക്കോസ് ലെവലും നോർമൽ ആക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം
നിങ്ങളുടെ അറിവിൻ്റെ പോരായ്മയാണ്. കൂടുതൽ ആഴത്തിലുള്ള അറിവും ക്ലിനിക്കൽ സപ്പോർട്ടും നിങ്ങൾക്ക് ആവശ്യമാണ്. പ്രമേഹത്തിനും അനുബന്ധ രോഗങ്ങൾക്കുമായി പലതരം മരുന്നുകൾ കഴിക്കുന്നവർ ജീവിതശൈലി മാറ്റങ്ങൾ തനിയെ ചെയ്യരുത്. കാരണം മരുന്നുകൾ കഴിക്കുന്നവർ ഭക്ഷണക്രമവും വ്യായാമവും വ്യത്യാസപ്പെടുത്തുന്നതനുസരിച്ച് ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കി കൃത്യതയോടെ മരുന്നുകൾ കുറയ്ക്കാനും നിർത്താനും ശ്രദ്ധിച്ചില്ല എങ്കിൽ പ്രഷറും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവും അപകടകരമാമതും താഴാനും ജീവൻ അപകടത്തിലാകാൻ പോലും സാധ്യതയുണ്ട്. അവിടെയാണ് ക്ലിനിക്കൽ നിരീക്ഷണത്തിന്റെ പ്രാധാന്യം. മരുന്നുകളും സർജറിയും ഒഴിവാക്കാനുള്ള പരിശ്രമം അശാസ്ത്രീയമാകരുത്. അത് ശാസ്ത്രീയമായ കൃത്യതയോടെയുള്ള ക്ലിനിക്കൽ പിന്തുണയോടെയുള്ള ഇടപെടലായിരിക്കണം. നിങ്ങളുടെ ആരോഗ്യത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം ശാസ്ത്രത്തിന്റെ പിൻബലത്തോടെയാകണം. അപകട സാധ്യതകൾ ഇല്ലാത്ത ഓപ്പറേഷനോ പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നോ ഇല്ല എന്ന കാര്യം ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവരും മരുന്ന് കഴിക്കുന്നവരും ഓർമ്മിക്കണം. നിങ്ങളിപ്പോൾ ഒരു ടിപ്പിംഗ് പോയിന്റിൽ ആണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ നിയന്ത്രണം തിരികെ എടുക്കാനുള്ള സമയമാണിത്. ശാസ്ത്രീയ അറിവോടെ ചികിത്സ തിരഞ്ഞെടുക്കുക. പലതരം അപകട സാധ്യതകളും പാർശ്വഫലങ്ങളുമുള്ള സർജറികളും മരുന്നുകളും ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നറിയാൻ ശ്രമിക്കുക. ശാസ്ത്രീയ പിന്തുണയോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ച് വ്യക്തതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ രോഗത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും ഈ അപകടകരമായ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള റോഡ് മാപ്പ് തയ്യാറാക്കാനുള്ള അറിവ് നേടാൻ ശ്രമിക്കുക. എമർജൻസി കെയർ അത്യാഹിത ഘട്ടത്തിൽ മോഡേൺ മെഡിസിനിൽ മരുന്നുകളും ഓപ്പറേഷനുകളും ഒക്കെ വളരെ മികവുറ്റതും ഫലപ്രദവുമാണ്. മുറിവോ ഒടിവോ ഉണ്ടായാൽ ശരീരഭാഗങ്ങളെ റിപ്പയർ ചെയ്യാൻ ശസ്ത്രക്രിയ അനിവാര്യമാണ്. തീവ്രവേദന ഉണ്ടായാൽ കുറയ്ക്കാൻ വേദന സംഹാരി മരുന്നുകൾ വേണം. അണുബാധയുണ്ടായാൽ ആന്റിബയോട്ടിക് ആവശ്യമാണ്. പാമ്പ് കടിയോ ഇൻസെക്ട് ബൈറ്റോ ഉണ്ടായാൽ പ്രതിമരുന്ന് കൂടിയേ തീരൂ. ഇത്തരം ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ മരുന്നുകൾ എടുക്കണം. ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. പക്ഷേ പ്രമേഹം പോലുള്ള ക്രോണിക് ജീവിതശൈലി രോഗങ്ങളുടെ മൂല കാരണം ജീവിതശൈലിയിലെ അപാകതകളായതിനാൽ മരുന്നിലൂടെയോ ശസ്ത്രക്രിയയിലൂടെയോ കേടായ ശരീരഭാഗങ്ങളെ റിപ്പയർ ചെയ്യാൻ എളുപ്പമല്ല. എന്നാൽ ശാസ്ത്ര പിന്തുണയോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ വളരെ വേഗത്തിൽ ആരോഗ്യം തിരിച്ചു പിടിക്കാനാവും. പ്രമേഹം വെറും ഒരു രോഗമല്ല, അതൊരു ആഗോള ആരോഗ്യ വെല്ലുവിളിയാണ് എന്നാണ്. ഒപ്പം തന്നെ ഇതൊരു കുടുംബ പ്രശ്നവും കൂടിയാണ്. അതായത് ഈ രോഗത്തിന് പാരമ്പര്യ സ്വഭാവമുണ്ട്. മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ മക്കൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടും. മാത്രമല്ല, മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ വന്ന രോഗം ഇന്ന് മക്കളിൽ യൗവനത്തിലും കൊച്ചുമക്കളിൽ കൗമാരത്തിലും തന്നെ തുടങ്ങുന്നതായി കാണുന്നു. ഇന്ന് ഒരു പ്രമേഹ രോഗി പോലും ഇല്ലാത്ത ഏതെങ്കിലും മലയാളി കുടുംബമുണ്ടോ? പാരമ്പര്യമായി കുടുംബത്തിൽ പ്രമേഹമുള്ളവർ പ്രമേഹം വരാതെ നോക്കാൻ എന്ത് ചെയ്യണം? ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാൻ എങ്ങനെ സാധിക്കും എന്നതാണ്. ജീവിതശൈലി ക്രമീകരണം എങ്ങനെയാണ് ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത്? പാരമ്പര്യത്തെ പോലും മറികടക്കാൻ എങ്ങനെ ജീവിതശൈലി ക്രമീകരണം നമ്മളെ സഹായിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ മരുന്നുകൾക്കപ്പുറം ചിന്തിക്കുമ്പോൾ, നോക്കുമ്പോൾ രോഗശാന്തിയുടെ യഥാർത്ഥ രഹസ്യം ഒളിച്ചിരിക്കുന്നത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലാണ് എന്ന് കാണാം. നിങ്ങളുടെ കോശങ്ങൾക്കുള്ളിലെ ജനിതക വസ്തുക്കളെ, DNA-യെ എങ്ങനെ ജീവിതശൈലിയിലൂടെ നിയന്ത്രിക്കാം? നിങ്ങളുടെ ജീനുകൾക്ക് എങ്ങനെ ശരിയായ സിഗ്നൽ നൽകാം, മാർഗനിർദ്ദേശം നൽകാം? നമുക്ക് നോക്കാം. എപ്പിജെനറ്റിക്സ് എന്നാൽ എന്താണ്? ജീനുകളും ജീവിതശൈലിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് എപ്പിജെനറ്റിക്സ്. ഏകദേശം 50 ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഓരോ കോശത്തിലും ഉള്ള DNA ജനിതക ഘടകം പിതാവിൻ്റെ ബീജത്തിൽ നിന്ന് ലഭിച്ച 23 ക്രോമസോമുകളിലും മാതാവിൻ്റെ അണ്ഡത്തിൽ നിന്ന് ലഭിച്ച 23 ക്രോമസോമുകളിലും മാതാവിൽ നിന്ന് തന്നെ ലഭിക്കുന്ന മൈറ്റോകോൺട്രിയൽ DNA-യിലുമാണ് ഇരിക്കുന്നത്.
ഓരോ വ്യക്തിയുടെയും ജനിതക ഘടന ഓപ്പറേഷൻ മാനുവൽ എഴുതപ്പെട്ടിരിക്കുന്നത് വെറും 4 അക്ഷരം മാത്രമുള്ള DNA ഭാഷയിലാണ്. ജനിതക ഘടനയെ DNA നമുക്ക് മാറ്റാനാകില്ല. അത് നിങ്ങളുടെ ഹാർഡ്വെയർ ആണ്. എന്നാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉപയോഗിച്ച് ആ ജീനുകളിലെ എപ്പിജനറ്റിക് ഘടകങ്ങളെ ഓൺ ചെയ്യാനും ഓഫ് ആക്കാനും സാധിക്കും. DNA-യിലും DNA ചുറ്റിയിരിക്കുന്ന ഹിസ്റ്റോൺ പ്രോട്ടീനുകളിലും ഉണ്ടാകുന്ന മെത്തിലേഷൻ, അസറ്റിലേഷൻ തുടങ്ങിയ രാസ പരിവർത്തനങ്ങൾ, നോൺ കോഡിംഗ് RNA-കൾ തുടങ്ങിയവയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആണ്. തെറ്റായ ജീവിതശൈലി കോശങ്ങളിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് അല്ലെങ്കിൽ വീക്കം ഉണ്ടാക്കുന്നു. ഇവ രോഗമുണ്ടാക്കുന്ന ജീനുകൾക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ സിഗ്നൽ നൽകുന്നു. അതേസമയം കൃത്യമായ പോഷകാഹാരം, വ്യായാമം ഇവ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ജീനുകൾക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനും കോശങ്ങളെ റിപ്പയർ ചെയ്യുന്ന സംരക്ഷണ ജീനുകൾക്ക് സ്വിച്ച് ഓൺ ചെയ്യാനും സിഗ്നൽ നൽകുന്നു. അതായത് ജീനുകൾ എന്ന ഹാർഡ്വെയർ എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയറിനെ ജീവിതശൈലിയിലൂടെ നിയന്ത്രിക്കാൻ നമുക്കാകും. ഈ നൂതന എപ്പിജനറ്റിക് കണ്ടെത്തലുകളെ വ്യക്തതയോടെയും കൃത്യതയോടെയും മനസ്സിലാക്കാനും പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാനും കഴിയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ നിന്നും ടൈപ്പ് 2 പ്രമേഹത്തിൽ നിന്നും മാത്രമല്ല ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും മരുന്നോ ശസ്ത്രക്രിയയോ ഇല്ലാതെ തന്നെ നിയന്ത്രിക്കാനുള്ള പ്രാപ്തി നേടാൻ നമുക്കാകും. കോശങ്ങൾക്കുള്ളിലെ പവർ ഹൗസുകളാണ് മൈറ്റോകോൺട്രിയ. പ്രമേഹം ഉൾപ്പെടെയുള്ള പല ജീവിതശൈലി രോഗങ്ങളിലും മൈറ്റോകോൺട്രിയയുടെ തകരാറ് ഒരു പ്രധാന ഘടകമാണ്. സെൽ ന്യൂക്ലിയസിലെ DNA പോലെയോ അതിനേക്കാളോ പ്രധാനമാണ് അമ്മയിൽ നിന്നും ലഭിക്കുന്ന ഈ കൊച്ചു മൈറ്റോകോൺട്രിയൽ DNA. മൈറ്റോകോൺട്രിയൽ DNA-യിലെ തകരാറുകൾ ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റുന്ന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കും. പ്രമേഹ രോഗികളിൽ കാണുന്ന ക്ഷീണം, ഭക്ഷണം കഴിച്ചാലും മാറാത്ത, ഷുഗർ നോർമലോ കൂടുതലോ ആയിരിക്കുമ്പോൾ പോലും തോന്നുന്ന ക്ഷീണത്തിന്റെ കാരണം ഇതാണ്. മൈറ്റോകോൺട്രിയയ്ക്ക് ഗ്ലൂക്കോസിനെ ഊർജം മാറ്റാൻ കഴിയുന്നില്ല. അതേസമയം നമ്മൾ ചികിത്സകളിലൂടെ ഇൻസുലിൻ്റെ അളവ് കൂട്ടി ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ ലിവർ കൊഴുപ്പാക്കി മാറ്റും. കൊഴുപ്പിനെ സംഭരിക്കേണ്ടത് കൊഴുപ്പ് കോശങ്ങളിലാണ്. കൊഴുപ്പ് കോശങ്ങൾക്കുള്ളിൽ കൊഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ, സംഭരണശേഷി തീർന്നാൽ രക്തത്തിലെ കൊഴുപ്പിൻ്റെ ട്രൈഗ്ലിസറിഡിൻ്റെ അളവ് കൂടാൻ തുടങ്ങും. അപ്പോഴാണ് കരളിനുള്ളിൽ കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവറും രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ് ആത്രോസ്ക്ലെറോസിസും ബ്ലോക്കുകളും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ വർഷങ്ങളായുള്ള തെറ്റായ ഭക്ഷണം, അമിത ഗ്ലൂക്കോസും അമിത കൊഴുപ്പും കൂടാതെ പല വിറ്റാമിനുകളുടെയും മിനറലുകളുടെയും ഒമേഗ 3 ഫാറ്റിൻ്റെയും ഒക്കെ കുറവ് മൈറ്റോകോൺട്രിയയെ കോശങ്ങളുള്ളിലെ പവർ സ്റ്റേഷനെ കേടാക്കുന്നു. ഇത് കോശങ്ങളെ ഗ്ലൂക്കോസിൽ നിന്നും എനർജി ഉണ്ടാക്കാനായി എഫിഷ്യൻസി കുറഞ്ഞ ഊർജോൽപാദന മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റ് കോശങ്ങൾക്കുള്ളിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുണ്ടാക്കും. ഹൈപ്പർ ഇൻസുലിനീമിയ അഥവാ അമിത ഇൻസുലിൻ ലെവലും മൈറ്റോകോൺട്രിയയുടെ തകരാറും അതുമൂലമുണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ പോഷിപ്പിക്കും. അതാണ് പ്രമേഹ രോഗികളിൽ ക്യാൻസർ സാധ്യത വർദ്ധിക്കാൻ കാരണം. നമ്മൾ ചെയ്യേണ്ടത് എപ്പിജനറ്റിക് സാധ്യതകൾ ഉപയോഗിച്ച് കോശങ്ങളുടെയും അതിലെ പവർ സ്റ്റേഷനായ മൈറ്റോകോൺട്രിയയുടെയും ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കണം. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇവിടെ ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. എപ്പിജനറ്റിക്സിനെ സ്വാധീനിക്കുന്നത് പ്രധാനമായും 3 ജീവിതശൈലി ഘടകങ്ങളാണ്. ഒന്ന്, ന്യൂട്രീഷൻ അഥവാ പോഷകാഹാരം. സ്പെഷ്യലിസ്റ്റ് ടെസ്റ്റുകളിലൂടെ ലഭിക്കുന്ന കൃത്യമായ ഡേറ്റ ഉപയോഗിച്ച് പോഷകങ്ങൾ ഉത്തമമായ അളവിൽ രോഗിക്ക് നൽകുന്നതിലൂടെ അവയവങ്ങളിലെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കുറയ്ക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ശുദ്ധമായ ഇന്ധനം നൽകുന്നു. ഇത്
അവശേഷിക്കുന്ന കോശങ്ങളെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. ഇൻസുലിൻ റിസപ്റ്ററുകളുടെ കേടുമാറ്റി ഇൻസുലിൻ ലെവലും ഗ്ലൂക്കോസ് ലെവലും നോർമലാക്കും. 2. സർക്കുലേഷൻ അഥവാ രക്തയോട്ടം. ടാർഗറ്റ് ചെയ്ത വ്യായാമത്തിലൂടെ രക്തയോട്ടം മെച്ചപ്പെടുത്തുമ്പോൾ പോഷകസമൃദ്ധമായ ശുദ്ധരക്തം അവയവങ്ങളിലെത്തി നശിച്ച കോശങ്ങളെ നീക്കം ചെയ്യാനും പുതിയ കോശങ്ങളെ നിർമ്മിക്കാനും സഹായിക്കുന്നു. 3. ഡീടോക്സിഫിക്കേഷൻ, വിഷാംശം മാറ്റുക. ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാനും പുതിയതായി വിഷാംശം ശരീരത്തിൽ എത്തുന്നത് തടയാനും കഴിയണം. മരുന്നുകളെ ശരീരം കാണുന്നത് ഒരു വിഷവസ്തുവായാണ്. മരുന്നുകൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെയും കിഡ്നിയുടെയും കരളിൻ്റെയും ജോലിഭാരം കൂട്ടും. അതിനാൽ മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ കഴിഞ്ഞാൽ മാത്രമേ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉത്തേജിപ്പിച്ച് റിപ്പയർ ജോലികൾ കാര്യക്ഷമമാക്കി ശരീരത്തിൻ്റെ പുതുക്കിപ്പണി എളുപ്പമാക്കാൻ സാധിക്കും. ഷുഗർ റിപ്പോർട്ട് നോർമൽ ആണെങ്കിൽ പ്രമേഹം നിയന്ത്രണത്തിലാണെന്നാണ് പൊതുവെയുള്ള ധാരണ. അത് ശരിയല്ല. ഷുഗർ കൂടുന്നത് പ്രമേഹ രോഗത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. ടൈപ്പ് 2 പ്രമേഹത്തിന്റെ തുടക്കത്തിൽ രക്തത്തിലെ ഇൻസുലിൻ ആണ് കൂടുന്നത്. മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് പ്രമേഹത്തിലെ പ്രധാന പ്രശ്നം. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഗ്ലൂക്കോസ് ഊർജം ഉണ്ടാക്കാനുള്ള ഒരു വസ്തു മാത്രമാണ്. ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റാനും കൂടുതൽ ഉണ്ടെങ്കിൽ കൊഴുപ്പാക്കി സംഭരിക്കാനും മേൽനോട്ടം വഹിക്കുക എന്നതാണ് ഇൻസുലിൻ്റെ പണി. ഇൻസുലിൻ റിസപ്റ്ററുകൾ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് മൂലം പ്രവർത്തിക്കാതാകുന്നതോടെ ഷുഗർ കൂടാൻ തുടങ്ങുമ്പോൾ പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. അവിടെയാണ് പ്രമേഹത്തിന്റെ തുടക്കം. ഈ അധിക ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി സംഭരിക്കും, പ്രത്യേകിച്ചും വയറിനുള്ളിൽ. അങ്ങനെ തൂക്കം കൂടാൻ തുടങ്ങും, ഒപ്പം കുടവയറും. ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ റിസപ്റ്ററുകളുടെ പ്രവർത്തനശേഷി കുറയുന്നു. പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. പാൻക്രിയാസ് തളർന്ന് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാനാകാതെ വരികയോ ഇൻസുലിൻ റിസപ്റ്ററുകൾ തീരെ പ്രവർത്തിക്കാതാവുകയോ ചെയ്യുമ്പോഴാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടാൻ തുടങ്ങുന്നത്. ചില പ്രമേഹ രോഗികൾ എത്ര ഗുളിക കഴിച്ചാലും ഇൻസുലിൻ്റെ ഡോസ് എത്ര കൂട്ടിയാലും ഷുഗർ കൺട്രോളിലാകാത്തതിന് കാരണം ഇൻസുലിൻ റിസപ്റ്ററുകൾ വർക്ക് ചെയ്യാത്തതാണ്. ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിൻ്റെ ലെവൽ കൂടുന്നത് ഗ്ലൂക്കോസ് കൂടുന്നത് പോലെ തന്നെയോ അതിനേക്കാൾ കൂടുതലോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പർ ഇൻസുലിനീമിയാണ്. അതായത് പ്രമേഹത്തിൻ്റെ തുടക്കത്തിൽ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന അധിക ഇൻസുലിൻ മുതൽ ചികിത്സയുടെ ഭാഗമായി മരുന്ന് നൽകി ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നതും ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതും രക്തക്കുഴിയിൽ കൊഴുപ്പടിയുന്നതിനും കോശങ്ങളുടെ അമിത വളർച്ച മൂലമുള്ള റെറ്റിനോപ്പതി, പ്രോസ്റ്റേറ്റ് വീക്കം, സ്ത്രീകളിലെ PCOD, ക്യാൻസറുകൾ തുടങ്ങി പല രോഗങ്ങൾക്കുമുള്ള സാധ്യത കൂട്ടും. ഇതുകൊണ്ടാണ് കൃത്യമായ ചികിത്സ എടുക്കുന്ന പ്രമേഹ രോഗിക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും റെറ്റിനോപ്പതിയും നെഫ്രോപ്പതിയും ക്യാൻസറും ഒക്കെ ഉണ്ടാകുന്നത്. രോഗികളും ഹെൽത്ത് കെയർ രംഗത്തുള്ളവരും ഈ ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കുകയും അർഹിക്കുന്ന പരിഗണന നൽകി അതനുസരിച്ച് പ്രമേഹ ചികിത്സാ പ്രോട്ടോകോൾ മാറ്റേണ്ടതും അനിവാര്യമാണ്. രോഗി എന്ന നിലയിൽ നിന്നും സ്വന്തം ആരോഗ്യത്തെ സ്വയം നിയന്ത്രിക്കാനും ശാക്തീകരിക്കാനും മെച്ചപ്പെടുത്താനും അറിവും പ്രാപ്തിയും ഉള്ള വ്യക്തിയായി മാറണം. മരുന്നുകൾക്ക് നമ്മുടെ കോശങ്ങളെ റിപ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സ്ഥിരമായ മരുന്നുകൾ ഒഴിവാക്കണം, ഓപ്പറേഷനുകൾ ഒഴിവാക്കണം, ആരോഗ്യ സ്വാതന്ത്ര്യം നേടണം. ഇവിടെയാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന രോഗി എന്ന അവസ്ഥയിൽ നിന്നും സ്വന്തം ആരോഗ്യം നിയന്ത്രിക്കുന്ന പുതിയ വ്യക്തിയായി മാറുന്നത്. ഇത് വെറും ചികിത്സയല്ല, ആരോഗ്യത്തിലേക്കുള്ള ശാസ്ത്രീയമായ പരിവർത്തനമാണ്. ഈ പരിവർത്തനത്തിന് നിങ്ങൾക്ക് കൃത്യമായ ഒരു വഴി ആവശ്യമുണ്ട്. അടുത്തതും ഈ സീരീസിലെ അവസാനത്തേതുമായ പാർട്ട് 5-ൽ ജീവിതശൈലിയിലെ 3 പ്രധാന ഘടകങ്ങളെ ശാസ്ത്ര പിന്തുണയോടെ നിയന്ത്രിച്ചുകൊണ്ട്
വിജയകരമായ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വരുത്തി എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു രോഗിയല്ലാത്ത പുതിയ ആരോഗ്യമുള്ള വ്യക്തിയായി മാറാൻ കഴിയുന്നത് എന്ന് നോക്കാം. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്, ഒന്ന്, ഇൻസുലിൻ്റെ കുറവല്ല, മറിച്ച് ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന്റെ കാരണം. രണ്ട്, മിക്ക ടൈപ്പ് 2 പ്രമേഹ രോഗികളിലും ഇൻസുലിൻ്റെ അളവ് കൂടുതലാണ്. മൂന്ന്, എന്തുകൊണ്ടാണ് പ്രമേഹത്തെ മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കാത്തത്? നാല്, എന്തുകൊണ്ടാണ് കൃത്യതയോടെ ചികിത്സയെടുത്താലും രോഗം കൂടി അവയവങ്ങൾ നശിക്കുന്നത്? അഞ്ച്, എങ്ങനെ എപ്പിജനറ്റിക് സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പാരമ്പര്യമായുള്ള പ്രമേഹത്തെ പോലും പ്രതിരോധിക്കാനും വർഷങ്ങളായി മരുന്നോ ഇൻസുലിനോ എടുത്തവർക്ക് പോലും അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നത്? ആറ്, എങ്ങനെയാണ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജനിതക ഘടനയെ പോലും സ്വാധീനിച്ച് പാരമ്പര്യ പ്രമേഹത്തെ പോലും മറികടക്കാനാകുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. പ്രമേഹത്തെ പ്രതിരോധിക്കാനും അതിൽ നിന്ന് മോചനം നേടാനും കഴിയണമെങ്കിൽ രോഗത്തിന്റെ ശാസ്ത്രം വ്യക്തമായി മനസ്സിലാക്കണം. അറിവാണ് മരുന്ന്. അറിവാണ് രോഗത്തെ അതിജീവിക്കാനുള്ള ശക്തി തരുന്നത്. പ്രമേഹമുക്ത കേരളം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 4 ഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്, ആരോഗ്യപരമായ ഓരോ തെറ്റായ അറിവും തീരുമാനങ്ങളും ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാക്കും. അത് ഒരു രോഗകാരണത്തെ പല രോഗങ്ങൾക്കും കാരണമാക്കി മാറ്റും. ജീവിതശൈലിയിലെ മാറ്റത്തിലൂടെ എത്രമാത്രം രോഗങ്ങളിൽ നിന്നും മരുന്നുകളിൽ നിന്നും സർജറികളിൽ നിന്നും രക്ഷപ്പെടാം എന്നതിൻ്റെ കണക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു രോഗിയായി തുടരണോ അതോ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പുതിയ വ്യക്തിയായി മാറണോ എന്ന് തീരുമാനിക്കാൻ ഈ കണക്കുകൾ നമ്മെ സഹായിക്കും. ടൈപ്പ് 2 പ്രമേഹം ഇല്ലാതാക്കിയാൽ നമ്മുടെ ശസ്ത്രക്രിയകളുടെയും ആശുപത്രിവാസത്തിൻ്റെയും കണക്ക് എങ്ങനെ മാറും എന്ന് നോക്കാം. പ്രമേഹം വെറും ഷുഗർ ലെവൽ അല്ല, അത് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നശിപ്പിക്കും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കണക്കുകൾ. ഒന്ന്, കാർഡിയോവാസ്കുലർ സർജറി. ഹൃദയ സംബന്ധമായ സർജറികളിൽ ഏകദേശം 40% കേസുകളിലും പ്രമേഹത്തിന് നേരിട്ട് പങ്കുണ്ട്. ടൈപ്പ് 2 പ്രമേഹം ഒഴിവാക്കിയാൽ ഈ സർജറികളുടെ ആവശ്യം 30 മുതൽ 45% വരെ കുറയും. ഉദാഹരണം, കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ ഇംപ്ലാന്റ് തുടങ്ങിയവ. രണ്ട്, കാലുകളിലെ സർജറികൾ, ആംപുട്ടേഷൻ അഥവാ മുറിച്ചു മാറ്റലുകൾ. ഞെട്ടിപ്പിക്കുന്ന കണക്കാണിത്. മുറിവുകൾ കരിയാത്തതിൻ്റെയും രക്തയോട്ടം ഇല്ലാത്തതിൻ്റെയും ഫലമായുള്ള എല്ലാ നോൺ ട്രോമാറ്റിക് മുറിച്ചു മാറ്റലുകൾക്കും 50% മുതൽ 70% വരെ കാരണം പ്രമേഹമാണ്. ടൈപ്പ് 2 പ്രമേഹം ഇല്ലാതായാൽ ഈ സർജറികളുടെ ഭാരം 70% വരെ കുറയും. വൃക്കരോഗങ്ങൾ. കിഡ്നി മാറ്റിവെക്കുന്നതിനോ ഡയാലിസിസിനോ ഉള്ള കാരണങ്ങളിൽ 30 മുതൽ 40% വരെ ഡയബറ്റിക് നെഫ്രോപ്പതിയാണ്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹം മാറ്റാനായാൽ ഡയാലിസിസിന്റെ ആവശ്യം ഇത്രയും കുറയ്ക്കാൻ സാധിക്കും. 4, കണ്ണിലെ സർജറികൾ. റെറ്റിനോപ്പതി പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഏകദേശം 80% മുതൽ 90% വരെ കേസുകളും പ്രമേഹം മൂലമാണ്. 5, സന്ധി മാറ്റിവെക്കൽ. ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ 15% മുതൽ 25% വരെ ആളുകൾക്ക് സന്ധി മാറ്റിവെക്കൽ, നീ ഓർ ഹിപ്പ് റീപ്ലേസ്മെന്റ് ആവശ്യമാണ്. പ്രമേഹം ഒഴിവാക്കിയാൽ ഈ സർജറികളും കുറയും. പ്രമേഹം ഒഴിവാക്കിയാൽ ലോകമെമ്പാടുമുള്ള സർജറികളിൽ ഏകദേശം 35 മുതൽ 40% കുറവ് വരുത്താൻ സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹത്തിൽ നിന്ന് മോചനം നേടുന്നതിനൊപ്പം പ്രമേഹം മൂലം അവയവങ്ങൾ നശിക്കുന്നതിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഓപ്പറേഷനുകളിൽ നിന്നും കൂടി നാം മോചനം നേടുകയാണ് എന്നതാണ്. മറ്റൊരു കാര്യം, പ്രമേഹം മൂലമുണ്ടാകുന്ന അണുബാധകളെക്കുറിച്ചാണ്. പ്രമേഹം ശസ്ത്രക്രിയയുടെ എണ്ണം മാത്രമല്ല കൂട്ടുന്നത്, ഓപ്പറേഷനുകൾ അനുബന്ധിച്ചുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകളുടെ എണ്ണവും കൂട്ടും. മുറിവുണങ്ങാൻ താമസം വരുത്തും. അണുബാധകൾക്ക് കാരണമാകും. മുറിവിലും ചർമ്മത്തിലും ഉണ്ടാകുന്ന അണുബാധ മാത്രമല്ല, മൂത്രത്തിൽ പഴുപ്പും
ശ്വാസകോശ അണുബാധയും ജനനേന്ദ്രിയ അണുബാധകളും ഒക്കെ കൂട്ടും. ഇതെല്ലാം വ്യക്തിക്കും കുടുംബത്തിനും ആരോഗ്യരംഗത്തും രാജ്യത്തിനും ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയും വെല്ലുവിളികളും എത്രയെന്ന് കൂടി ചിന്തിക്കൂ. രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുന്നതിനെയാണ് പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹത്തിൽ ആദ്യം സംഭവിക്കുന്നത് ഇൻസുലിന്റെ പ്രവർത്തനം ശരിയായി നടക്കാതെ വരികയും അതിനെ മറികടക്കാനായി പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഡയബറ്റിക് ഹൈപ്പർ ഇൻസുലിനീമിയ, പ്രമേഹത്തിന് മുമ്പുള്ള ഇൻസുലിൻ കൂടുന്ന അവസ്ഥ 5-10 വർഷമോ അതിൽ കൂടുതലോ കാലം നിലനിൽക്കാം. ചിലരിൽ പാൻക്രിയാസിന്റെ പ്രവർത്തനശേഷി കൂടുതലുള്ളവരിൽ ഇൻസുലിൻ മാത്രമേ കൂടൂ, ഷുഗർ കൂടണമെന്നില്ല. ഹൈപ്പർ ഇൻസുലിനീമിയയുടെ ലക്ഷണം അമിത രക്തസമ്മർദ്ദം, രക്തത്തിലെ അമിത കൊഴുപ്പ്, അതായത് രക്തത്തിലെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുക, ചർമ്മത്തിൽ കറുത്ത പാടുകൾ ഉണ്ടാകുക, രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും, സ്ത്രീകളിലെ PCOD, പുരുഷന്മാരിലെ BPH അഥവാ പ്രോസ്റ്റേറ്റ് വീക്കം, ഗർഭകാലത്തെ പ്രഷറും പ്രമേഹവും, വന്ധ്യത, ക്യാൻസർ തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും തുടക്കം ഹൈപ്പർ ഇൻസുലിനീമിയ അഥവാ ഇൻസുലിന്റെ അളവ് രക്തത്തിൽ കൂടുന്നതിൽ നിന്നാണ്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹം മാത്രമല്ല, ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി മറികടക്കാനാവും. നേരത്തെ നമ്മൾ കണ്ട ശസ്ത്രക്രിയകൾ കുറയ്ക്കാൻ കഴിയുന്നതിനെ കുറിച്ചുള്ള കണക്കുകൾ പ്രമേഹത്തെ സംബന്ധിച്ച് മാത്രമായിരുന്നു. ആലോചിച്ചു നോക്കൂ, പ്രമേഹത്തിനൊപ്പം ഹൈപ്പർ ഇൻസുലിനീമിയ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മാറ്റാനാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ. ശസ്ത്രക്രിയകൾ വീണ്ടും കുറയും, ആശുപത്രികളിലെ തിരക്ക് കുറയും, ഓപ്പറേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പും കുടുംബങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ആശുപത്രി വാസവും ഒക്കെ എത്ര കുറയ്ക്കാനാകും? ആലോചിച്ചു നോക്കൂ. ആരോഗ്യമുള്ള ജനതയാണ് ഏത് നാടിൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യ സ്വാതന്ത്ര്യം നേടാനായാൽ വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെ തന്നെ പുരോഗതിയിലും സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന കുതിപ്പ് എത്രയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. വികസിത രാജ്യങ്ങളിലെ GDPയുടെ ഏകദേശം 20% വരെ ചികിത്സാ രംഗത്താണ് ചിലവഴിക്കുന്നത്. അതിൽ നല്ല പങ്കും ഈ ഹൈപ്പർ ഇൻസുലിനീമിയവും പ്രമേഹവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ അറിവിന്റെ പ്രസക്തി കൂടുന്നത്. ആരോഗ്യത്തിന്റെ അടിസ്ഥാനം 98% ജീവിതശൈലിയാണ്. വെറും 2% പ്രസക്തി മാത്രമേ മരുന്നിനും ശസ്ത്രക്രിയയ്ക്കുമുള്ളൂ. അപ്പോഴാണ് വികസിത രാജ്യങ്ങൾ GDPയുടെ 20% വരെ മരുന്നിനും ചികിത്സയ്ക്കുമായി ചെലവാക്കുന്നത്. നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ. ജീവിതശൈലി നിർത്തി രോഗങ്ങളിൽ നിന്ന് മോചനം നേടണോ, അതോ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് രോഗിയായി തുടരണോ? എല്ലാവരും, പ്രത്യേകിച്ചും മരുന്ന് കഴിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നാം കഴിക്കുന്ന മരുന്നുകളും ഇമ്മ്യൂണിറ്റിയുമായുള്ള ബന്ധമാണ്. വാക്സിനുകളും ആന്റിബയോട്ടിക്കുകളും ഒഴിച്ചുള്ള ഒട്ടുമിക്ക മരുന്നുകളും ഒന്നോ അതിലധികമോ രീതിയിൽ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്നതിലൂടെയാണ് അസ്വസ്ഥതകൾക്ക് ആശ്വാസം നൽകുന്നത്. അതായത് ഒട്ടുമിക്ക മരുന്നുകളും ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനർത്ഥം ഇത്തരം മരുന്നുകൾ ദീർഘകാലത്തേക്ക് കഴിക്കേണ്ടി വരുന്നവരിൽ അണുബാധയ്ക്കും ക്യാൻസറിനുമുള്ള സാധ്യത വർദ്ധിക്കും. മാത്രമല്ല, മരുന്നുകൾ കരൾ, വൃക്ക തുടങ്ങിയ വിസർജനാവയവങ്ങളെയും ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ജോലിഭാരം കൂട്ടും. കൂടാതെ നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് വരാൻ പോകുന്ന തലമുറകളെ ഡ്രഗ് പൊള്യൂഷന്റെ, രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കാൻ അനിവാര്യമാണ്
എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ മാത്രം പരിശ്രമം പോരാ, സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമം കൂടിയേ തീരൂ. ഒരിക്കൽ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കുമൊക്കെ 60-70 വയസ്സ് കഴിഞ്ഞാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇവ ചെറുപ്പക്കാരിലും കൊച്ചുകുട്ടികളിൽ പോലും കാണുന്നു. എന്താണ് ഇതിന് കാരണം? അമിതവണ്ണവും പ്രമേഹവും കൊളസ്ട്രോളും തൈറോയ്ഡ് രോഗവും ഒക്കെ മാതാപിതാക്കളുടെ രോഗം കുട്ടികളിലേക്കും പകരുന്നു. പിതാവിൽ നിന്നും ബീജത്തിലൂടെയും മാതാവിൽ നിന്ന് അണ്ഡത്തിലൂടെയും ലഭിക്കുന്ന DNA തകരാറും എപ്പിജനറ്റിക് മാറ്റങ്ങളുമാണ് കുട്ടികളിലെ പല രോഗങ്ങൾക്കും തുടക്കം. അമിതവണ്ണവും പ്രഷറും അമിത ഷുഗറും കൊഴുപ്പും ഒക്കെ മാതാപിതാക്കൾ ഉണ്ടാക്കിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ പകർപ്പ് മക്കളിലേക്കും എത്തുന്നു. അമ്മയിൽ ഗർഭകാലത്തുണ്ടാകുന്ന പ്രഷറും പ്രമേഹവും ഒക്കെ കുഞ്ഞിന്റെ കോശങ്ങളിലും എപ്പിജനറ്റിക് മോഡിഫിക്കേഷനുകൾ വരുത്തുന്നു. അതായത് ജനനത്തിന് മുമ്പ് തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ വിത്ത് മാതാപിതാക്കളിൽ നിന്നും കുട്ടികളിലേക്ക് ലഭിക്കുന്നു എന്നതാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ ജീവിതശൈലി തന്നെയാണല്ലോ മക്കളും പിന്തുടരുന്നത്. ഇതെല്ലാമാണ് മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ വന്ന അമിതവണ്ണവും കുടവയറും പ്രഷറും ഷുഗറും ഹൃദ്രോഗവും ഒക്കെ മക്കൾക്ക് യൗവനത്തിലും കൊച്ചുമക്കൾക്ക് കൗമാരത്തിലും ഉണ്ടാകുന്നത്. ഓരോ ദമ്പതികളും മക്കൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുക, എനിക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാനുള്ള ആരോഗ്യമുണ്ട്. ബ്ലഡ് ഗ്ലൂക്കോസും കൊളസ്ട്രോളും പ്രഷറും മാത്രമാകരുത് ആരോഗ്യത്തിന്റെ അളവുകൾ. അത് പഴയ ബേസിക് അളവുകൾ മാത്രമാണ്. ഇന്ന് വളരെ ആഴത്തിൽ നമ്മുടെ ആരോഗ്യത്തെ അളക്കാനുള്ള മാർഗങ്ങളുണ്ട്. ശരീരഘടനയുടെ അളവുകൾ, രക്തത്തിലെ പോഷകങ്ങളുടെ അളവ്, ഹോർമോണുകളുടെ അളവ്, ടോക്സിനുകളുടെ അളവ്, കോശങ്ങളിലെ ഇൻഫ്ലമേഷന്റെ അഥവാ നീർക്കെട്ടിന്റെ അളവ് തുടങ്ങി ക്യാൻസറിന്റെ തുടക്കം പോലും സ്കാനിങ്ങിൽ കാണുന്നതിനും വളരെ നേരത്തെ തന്നെ കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട്. അറിവാണ് ആരോഗ്യത്തിലേക്കുള്ള വഴി. വേണ്ട പരിശോധനകൾ നടത്തി തയ്യാറെടുപ്പുകൾക്ക് ശേഷം ആരോഗ്യവാനാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാകണം അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നത്. അതിലൂടെ ഗർഭകാല രോഗങ്ങളെയും കുട്ടികളിലെ ജന്മവൈകല്യങ്ങളെ പോലും പ്രതിരോധിക്കാനാകും എന്ന ശാസ്ത്ര സത്യം എല്ലാവരും മനസ്സിലാക്കണം. കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെ തുടക്കം മാതാപിതാക്കളുടെ ജീവിതശൈലിയിൽ നിന്നാണ് എന്ന യാഥാർത്ഥ്യം എല്ലാവരും അറിയണം. എങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കാൻ നമുക്കാകും. ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ആരോഗ്യത്തിന്റെ താക്കോൽ മാതാപിതാക്കളുടെ കോശങ്ങൾക്കുള്ളിലെ ജനിതക ഘടനയിലാണ് എന്ന കാര്യം അറിയണം. നമ്മൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ജെനറ്റിക്സ് ആണ്. തെറ്റായ ജീവിതശൈലി ജനിതക ഘടകങ്ങളെ കേടാക്കും, നശിപ്പിക്കും. ആരോഗ്യമുള്ള ബീജവും അണ്ഡവും ചേർന്നുണ്ടാകുന്ന കുഞ്ഞിന് മാത്രമേ ആരോഗ്യമുണ്ടാകൂ. സ്വന്തം ജനിതക ഘടനയെ DNA രോഗാതുരമാക്കാതെ സംരക്ഷിക്കാനും അടുത്ത തലമുറയിലേക്കും അത് കേടില്ലാത്ത രീതിയിൽ കൈമാറുന്നു എന്നുറപ്പു വരുത്താനുമുള്ള കടമ ഓരോ വ്യക്തിക്കും ദമ്പതികൾക്കും ഉണ്ട് എന്ന കാര്യം പ്രബുദ്ധ കേരളത്തിലെ ഓരോ മലയാളിയും ഓർമ്മിക്കണം. ഇതിൽ ആശ്വാസം നൽകുന്ന ഒരു പ്രധാന കാര്യം, തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന ഒട്ടുമിക്ക എപ്പിജനറ്റിക് ജനിതക തകരാറുകളും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ 3 മുതൽ 6 മാസം കൊണ്ട് തിരിച്ചു പിടിക്കാനും ടൈപ്പ് 2 പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും കഴിയും എന്നതാണ്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗമുക്തി ലക്ഷ്യമിടുമ്പോൾ ആദ്യമായി ജീവിതശൈലി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് 4 പ്രധാന ഘടകങ്ങളാണുള്ളത്. 1 ഭക്ഷണവും പോഷകങ്ങളും, 2 വ്യായാമം, അതായത് മാനസികവും ശാരീരികവുമായ പ്രവൃത്തികൾ,
3 മാനസികവും ശാരീരികവുമായ വിശ്രമം. 4 ടോക്സിനുകളിൽ നിന്നുള്ള മോചനം. അതായത് ഉത്തമമായ അളവിൽ പോഷകങ്ങളും വ്യായാമവും വിശ്രമവും നൽകാനും ടോക്സിനുകളെ ഒഴിവാക്കാനും കഴിയുക എന്നതാണ് ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതെങ്ങനെ ലളിതമായി പ്രായോഗിക തലത്തിൽ എത്തിക്കാം എന്നതാണ് പ്രധാന വെല്ലുവിളി. ഘടനാപരമായി നോക്കിയാൽ ശരീരത്തിൽ 2 ഘടകങ്ങളാണ് പ്രധാനമായും ഉള്ളത്. 1 ഫാറ്റ് മാസ് അഥവാ കൊഴുപ്പ്. 2 ലീൻ മാസ് അഥവാ കൊഴുപ്പിതര വസ്തുക്കൾ. പേശികളും അസ്ഥികളും രക്തവും ഒക്കെയാണ് കൊഴുപ്പിതര വസ്തുക്കളിൽ പെടുന്നത്. ശരീരത്തിലെ കൊഴുപ്പാണ് നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. കാരണം ബ്രെയിനും നെർവുകളും പ്രധാനമായും കൊഴുപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ എല്ലാ കോശങ്ങളുടെയും അതിനുള്ളിലെ ഓർഗനൽസുകളുടെയും ഭിത്തി നിർമ്മിച്ചിരിക്കുന്നതും കൊഴുപ്പ് കൊണ്ടാണ്. മാത്രമല്ല കൊഴുപ്പ് കോശങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ലെപ്റ്റിൻ, അഡിപ്പോനെക്റ്റിൻ എന്നീ ഹോർമോണുകൾ ഇൻസുലിനൊപ്പം വിശപ്പിനെയും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അമിതവണ്ണമുള്ളവരിൽ ലെപ്റ്റിന്റെ അളവ് കൂടുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസിനൊപ്പം ലെപ്റ്റിൻ റെസിസ്റ്റൻസും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പുതിയ കണക്കുകൾ കാണിക്കുന്നത്. കൊഴുപ്പിന്റെ അളവ് മാത്രമല്ല, ഘടനയും വളരെ പ്രധാനമാണ്. കൊഴുപ്പ് 4 തരമാണ്: ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 9, കൂടാതെ സാച്ചുറേറ്റഡ് ഫാറ്റും. ഒമേഗ 3യും ഒമേഗ 6 ഫാറ്റുമാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത്. ഒമേഗ 6 ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തും. ആന്റി ഇൻഫ്ലമേഷൻ ഓർ ഹീലിംഗ് സാധ്യമാക്കുന്ന ഒമേഗ 3 ശരീരത്തിന്റെ റിപ്പയർ വർക്കുകളെ ശക്തിപ്പെടുത്തും. ഒമേഗ 3 ഫാറ്റും ഒമേഗ 6 ഫാറ്റും 1:1 എന്ന അനുപാതത്തിൽ ആയിരിക്കുമ്പോഴാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഉത്തമമായി പ്രവർത്തിക്കുന്നതും ആരോഗ്യം ഉത്തമമാകുന്നതും. ആധുനിക ഭക്ഷണത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്ന ഒമേഗ 6 വളരെ കൂടുതലും രോഗമുക്തിക്ക് ആധാരമായ ഒമേഗ 3 തീരെ കുറവുമാണ്. കൂടാതെ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെയും ഹൈഡ്രജനേറ്റഡ് ഫാറ്റിന്റെയും ട്രാൻസ് ഫാറ്റിന്റെയും അളവ് കൂടുന്നു. ഒമേഗ 3യുടെ കുറവും നീർക്കെട്ട് കൂട്ടുന്ന ഒമേഗ 6ന്റെയും ട്രാൻസ് ഫാറ്റിന്റെയും ഹൈഡ്രജനേറ്റഡ് ഫാറ്റിന്റെയും അളവ് കൂടുന്നത് ഇൻസുലിൻ റിസപ്റ്ററുകളെ കേടാക്കി ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാക്കുന്നു. എന്ന് മാത്രമല്ല, ലെപ്റ്റിൻ, അഡിപ്പോനെക്റ്റിൻ തുടങ്ങിയ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയും തെറ്റുന്നു. അതായത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അമിത കൊഴുപ്പ് അഥവാ ദുർമേധസ് ആണ് പ്രമേഹത്തിനും അനുബന്ധ രോഗങ്ങളുടെയും മൂലകാരണം. ശരീരത്തിലെ കൊഴുപ്പിന്റെയും കൊഴുപ്പിതര വസ്തുക്കളുടെയും അനുപാതം തെറ്റുമ്പോൾ രോഗങ്ങൾ തുടങ്ങുന്നു. ഒട്ടുമിക്ക പ്രമേഹ രോഗികളിലും കൊഴുപ്പിന്റെ അളവ് വളരെ കൂടുതലും പേശികളും അസ്ഥികളും ശോഷിച്ച അവസ്ഥയിലുമാണ്. ഭക്ഷണക്രമവും വ്യായാമവും വഴി ശരീരഘടനയിലെ ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കുക എന്നത് ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒമേഗ 3യുടെയും ഒമേഗ 6ന്റെയും അനുപാതം 1:1 എത്തിക്കുക എന്നതുമാണ് ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിന്റെ കാതൽ. കായികവും മാനസികവുമായ ജോലികൾ നിർവഹിക്കുക എന്നതാണ് ശരീരത്തിന്റെ ധർമ്മം. സ്കെലിറ്റൽ മസിൽ അഥവാ അസ്ഥികളുമായി ബന്ധപ്പെട്ട പേശികളെ മാത്രമാണ് നമുക്ക് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത്. ഏകദേശം 650 പേശികളും 230 അസ്ഥികളുമാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. പേശികളെ ഉത്തേജിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അസ്ഥികളും ഉത്തേജിക്കപ്പെടുകയും അവിടേക്കുള്ള രക്തയോട്ടം കൂടുകയും പേശികളിൽ നിന്ന് മയോകൈൻസും അസ്ഥികളിൽ നിന്നും ഓസ്റ്റിയോകാൽസിനും തുടങ്ങി പല ഹോർമോണുകളും പുറത്തു വരികയും ചെയ്യുന്നു. ഇൻസുലിൻ റിസപ്റ്ററുകളെ ഉത്തേജിപ്പിക്കാനും മൈറ്റോകോൺട്രിയൽ എനർജി പ്രൊഡക്ഷനെ ഉത്തേജിപ്പിക്കാനും ഈ ഹോർമോണുകൾക്ക് കഴിയും. ചിട്ടയായ വ്യായാമത്തിലൂടെ എല്ലാ പേശികളെയും ഉത്തമമായ അളവിൽ ഉത്തേജിപ്പിച്ചാൽ മാത്രമേ
എല്ലാ കോശങ്ങളിലേക്കും രക്തം എത്തി സെല്ലുകൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകാനും വിസർജ്യ വസ്തുക്കൾ മാറ്റാനും കഴിയും. ശരീരഘടനയും ഹോർമോണുകളുടെ ബാലൻസും ഉത്തമമായി നിലനിൽക്കണമെങ്കിൽ പേശികളെയും അസ്ഥികളെയും കായികാധ്വാനത്തിലൂടെയോ വ്യായാമത്തിലൂടെയോ ഉത്തേജിപ്പിച്ചേ മതിയാകൂ. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി സാക്ഷരതയാണ്, അറിവാണ്. എല്ലാവർക്കും ആരോഗ്യകാര്യത്തിൽ ശരിയായ അറിവ് ലഭിക്കുമ്പോൾ അത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഡയബറ്റിസ് രഹിത കേരളം എന്നത് നമ്മുടെ ഉയർന്ന സാക്ഷരതാ പാരമ്പര്യത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയാവണം. ആരോഗ്യകാര്യത്തിൽ ജീവിതശൈലിയും മരുന്നുകളുടെയും പ്രാധാന്യവും പങ്കും പരിശോധിച്ചാൽ 98% ജീവിതശൈലിയും വെറും 2% പങ്ക് മാത്രമാണ് മരുന്നുകൾക്കുള്ളത്. ഓരോ വ്യക്തിയും തൻ്റെ 98% ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശാസ്ത്രീയ പിന്തുണയോടെ ജീവിതശൈലി മാറ്റുമ്പോൾ രോഗങ്ങളുടെ ഭാരം കുറയുന്നു, വേദനകളും അസ്വസ്ഥതകളും കുറയുന്നു, ആശുപത്രികളിലെ തിരക്ക് കുറയുന്നു, ചികിത്സാ ചെലവുകൾ കുറയുന്നു, ജീവിത നിലവാരം കൂടുന്നു, ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാകുന്നു, സന്തോഷപ്രദമാകുന്നു. ഈ വ്യക്തിഗത വിജയം ഒത്തുചേരുമ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ ഭാരം കുറഞ്ഞ ഒരു സമൂഹം ലോകത്തിന് മാതൃകയാകും. അങ്ങനെ കേരളം ആരോഗ്യരംഗത്ത് വഴികാട്ടിയാകും, നമ്പർ 1 ആകും. ആദ്യ ടൈപ്പ് 2 പ്രമേഹമുക്ത സംസ്ഥാനമായി മാറണം നമ്മുടെ കേരളം. നമ്മൾ പൊതുവെ കരുതുന്നത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഡോക്ടർമാർക്കും ആശുപത്രികൾക്കുമാണ് എന്നാണ്. നിങ്ങളുടെ ആരോഗ്യം ഡോക്ടറുടെ 2% മരുന്ന് മാത്രമല്ല. നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ 98% പ്രാധാന്യവും ജീവിതശൈലിക്കാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഈ 98% ശരിയാണോ എന്ന് അളക്കുന്നത് എങ്ങനെ? പരമ്പരാഗത ചികിത്സാ രീതിയിലെ അളവെടുപ്പുകൾ എവിടെയാണ് പരാജയപ്പെടുന്നത്? പരമ്പരാഗത അളവുകൾ അളക്കുന്നത് നിങ്ങളുടെ രോഗത്തിന്റെ ലെവൽ മാത്രമാണ്, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ. മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ നമ്പറുകൾ കുറഞ്ഞാൽ നിങ്ങളുടെ രോഗം നിയന്ത്രണത്തിലാണ് എന്ന് കണക്കാക്കുന്നു. പക്ഷേ ആ നമ്പറുകൾ കുറയുമ്പോഴും നിങ്ങൾക്ക് ക്ഷീണവും വേദനയും മറ്റു രോഗങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ നിയന്ത്രണത്തിലാണോ? അല്ല. കാരണം പഴയ രീതിക്ക് നിങ്ങളുടെ കോശങ്ങളുടെ ആരോഗ്യം അളക്കാൻ സാധിക്കില്ല. നമ്മുടെ ലക്ഷ്യം നമ്മുടെ കോശങ്ങളെ തന്നെ മാറ്റുക എന്നതാണ്. അതുകൊണ്ട് രോഗിയായിരിക്കുന്ന അവസ്ഥ അളക്കുന്നത് മാത്രമല്ല, ആരോഗ്യം തിരിച്ചു പിടിക്കുന്നത് കൂടി നമ്മൾ അളക്കണം. പുതിയ പരിശോധനാ രീതികൾ ഉപയോഗിച്ച് ഏതൊക്കെ അവയവങ്ങളെ രോഗം ബാധിച്ചു, എന്തുകൊണ്ടാണ് രോഗം ഉണ്ടായത്, ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മാറ്റാനാകുക, എത്ര പുരോഗതി ഉണ്ടാകുന്നു, ആരോഗ്യത്തിന്റെ തിരിച്ചുവരവ് എത്രമാത്രം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. കോശങ്ങളിലെ നീർക്കെട്ട് കുറയുന്നുണ്ടോ എന്ന ടെസ്റ്റുകളിലൂടെ ട്രാക്ക് ചെയ്യണം. നിങ്ങളുടെ ക്ഷീണം മാറുന്നത്, ഊർജം കൂടുന്നത് കോശങ്ങളുടെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയ റിപ്പയർ ചെയ്യപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. 1, രോഗിയായി തുടരുക. 2, പുതിയ അറിവുള്ള വ്യക്തിയായി മാറുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം അറിവ് നേടുക എന്നതാണ്. തെറ്റിദ്ധാരണകളിൽ നിന്ന് മുക്തരായി സുരക്ഷിതമായ തീരുമാനമെടുക്കാനുള്ള അറിവ് ശക്തി നേടണം. ശരിയായ ശാസ്ത്രീയ അറിവാണ് ആരോഗ്യത്തിന്റെ താക്കോൽ. അത് വെച്ച് വേണം ആരോഗ്യ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ. അടുത്തത്, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ
ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. പ്രമേഹത്തിനായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന ഇന്നത്തെ ഈ രീതി മാറണം. മരുന്നുകൾ കൊണ്ട് പ്രമേഹം മാറ്റാനാകില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണമാണ് ടൈപ്പ് 2 പ്രമേഹത്തിന്റെ ശരിയായ മരുന്ന് എന്ന് എല്ലാവരും അറിയണം. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. പ്രമേഹത്തിനും അനുബന്ധ ജീവിതശൈലി രോഗങ്ങൾക്കും പരിഹാരം മരുന്നും ഓപ്പറേഷനുമല്ല. അതിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ്. പ്രമേഹത്തെയും വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെയും വിവിധ മോഡേൺ മെഡിസിൻ മെഡിക്കൽ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലും ഈ ചാനലിലെ മറ്റു വീഡിയോകളിലും ലഭ്യമാണ്. താങ്ക് യു.